നമുക്കൊരു വാക്യം വായിക്കാം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ദൈവമക്കളുടെ ഭൗതിക നന്മയ്ക്ക്, ഇതോടെ പറയണമല്ലോ, ആത്മീയത്തോടൊപ്പം തന്നെ ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അപ്പം ഭൗതികം എന്ന് കേട്ട ഉടനെ സാലറി കൂടുന്ന നമ്മുടെ ചിന്താഗതി. ദൈവമക്കൾ അതൊക്കെ ദൈവം തരും. ഒരു ഭക്തന് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം തന്നിരിക്കും. സ്തോത്രം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലെ 7 വാചകങ്ങളുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെയും ദോഷങ്ങളെയും പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷ കടത്തരുതേ എന്നുള്ളതിനകത്ത് ഒരൊറ്റ വാക്കുണ്ട്: ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ലൂക്കോസ് അതിനെ പറയുന്നത്, ലൂക്കോസ് 11:3 വാക്യം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. സ്തോത്രം. ഞങ്ങൾ എന്ന പദം നമ്മുടെ വായിലൊന്നും വരാറില്ല. ഇപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങളൊന്നും വലിയ പാടാണ്, വളരെ ബുദ്ധിമുട്ടുള്ള വാക്കാണ്. ഞങ്ങളെന്ന് പറയാം, പക്ഷെ എളുപ്പം ഞാനെന്ന് പറയാം. ഞാൻ, എൻ്റെ, എനിക്കെന്നൊക്കെയുള്ള പദം കൊണ്ട് സ്റ്റേജ് കിട്ടിയാൽ, വീട് കിട്ടിയാൽ, എല്ലാ സാക്ഷ്യത്തിനകത്ത് പോലും നമ്മൾ ഞാൻ എന്ന പദങ്ങളാണ് വരുന്നത്. ഞങ്ങൾ. പക്ഷേ യേശു പഠിപ്പിച്ചു, ഹല്ലേലൂയ, ഞങ്ങൾ. കാരണം ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവദാസനെ ഓർപ്പിച്ച കണക്ക് അത് മറ്റുള്ളവർക്കും വേണ്ടിയാണ്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്നതിനപ്പുറത്ത് ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഹല്ലേലൂയ ഐ എന്ന ആ കൊച്ചു വാക്കിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ എന്ന പദത്തിലേക്ക് മാറിയെങ്കിൽ കൊള്ളാമായി. അപ്പോൾ ഒരു ഭക്തൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ദൈവം സാധിപ്പിച്ചു തരും. എത്ര പേരെ സമ്പാദിക്കാം, അതും വചനം പറയുന്നുണ്ട്. ഇപ്പോൾ സമയമില്ല അതൊക്കെ വിശദീകരിക്കാൻ, നമ്മുടെ വിഷയമല്ലല്ലോ. എത്ര പേരെ സമ്പാദിക്കാം, എത്ര ദൈവത്തിന് കൊടുക്കണം എന്നൊക്കെ ദൈവവചനത്തിലുണ്ട്. സ്തോത്രം. എത്ര ദൈവത്തിന് കൊടുക്കണം? ചുമ്മാ ചോദിച്ചത്. എത്ര ദൈവത്തിന് കൊടുക്കണം? ഉറക്കെ പറഞ്ഞാട്ടെ. ബാക്കി ആർക്കാ? അവിടെ പ്രശ്നം. 10 ദൈവത്തിന്, ബാക്കി 90 എന്ത് ചെയ്യുന്ന ദൈവത്തിന് അറിയേണ്ടത്. കൈസർക്കുള്ളത് കൈസർക്ക് ടാക്സ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ ടാക്സ് കൊടുക്കുന്ന കൊണ്ട് പ്രസംഗിച്ചൊന്നും നടക്കാൻ പറ്റുന്നൊന്നുമില്ല. ഡു ആൻഡ് ദ ഗവൺമെന്റ്. പക്ഷേ അല്ലെങ്കിൽ ബാക്കി 90 വാട്ട് യു ആർ ഡൂയിങ് വിത്ത് 90%. അത് ഇസ്രയേലിന് വെച്ചൊരു ടാക്സാണ്. നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പം ഇസ്രയേലിൽ ഇന്ന് വരെ കൈകൊണ്ട് 5 പൈസ കിട്ടിയിട്ടില്ല. ആകെ യാത്രയായ സമയത്താണ് ഇഷ്ടംപോലെ സ്വത്തുമൊക്കെ കിട്ടിയത്. ആ പോകുന്ന പോക്കിന് ഒരു നിയമം വെച്ചു, 10% ദൈവത്തിന് കൊടുക്കാൻ പഠിച്ചാട്ട് അത് എല്ലാ വിളവിനും കൊടുക്കണം. 10 ഷൂ ഉണ്ടെങ്കിൽ ഒന്നാർക്കാ? അപ്പം എല്ലാവരും എൻ്റെ കൂട്ടത്തിലുണ്ടേ. 10 ഷർട്ട് ഉണ്ടെങ്കിൽ ഒന്നാർക്കാ? പ്രശ്നമായി. നമ്മൾ ഓർക്കുന്നതിൽ $100 കിട്ടുമ്പോൾ $10 കൊടുക്കുന്നവർക്കായി സ്തോത്രം. കൊടുത്താൽ തീർന്നെന്ന കടപ്പാട് തീരുന്നില്ല. ദൈവം ബാക്കി 90 നിങ്ങൾ എങ്ങനെ ചെലവഴിക്കുമെന്നാണ് ദൈവത്തിന് അറിയേണ്ടത്. ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് ബാക്കിയല്ല, സമയം പോലും ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കണം. നിങ്ങളുടെ എല്ലാ വിളവ് കൊണ്ടും ദൈവത്തെ മാനിക്കണമെന്നാണ് പറയുന്നത്. ദൈവമക്കളുടെ ഭൗതികതയെക്കുറിച്ച് ദൈവത്തിന് വലിയ കാഴ്ചപ്പാടുണ്ട്. നിങ്ങളുടെ സമ്പത്ത് എന്തായിരിക്കണം, നിങ്ങളുടെ വരുമാനം എന്തായിരിക്കണം, നിങ്ങളുടെ ചെലവ് എന്തായിരിക്കണം, അതിന് വിരോധമായൊക്കെ പിശാച് വരാറുണ്ട്. ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് പഴയ ഒരു നിയമത്തിലെ പുസ്തകത്തിലെ ഒരു വാക്യമാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 33-34 വാക്യങ്ങൾ വായിക്കാം. 1 Samuel chapter 17 verse 13, 33 and 34. എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങൾ ഇതല്ല. 1 ശമൂവേൽ 17, 33, 34. ശൗൽ ദാവീദിനോട്, നിനക്ക് അവനോട് ചെന്ന് അംഗം ചെയ്ത് പൊരുതുവാൻ പ്രാപ്തിയില്ല, നീ ഒരു ബാലൻ അത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു. അതിന് ദാവീദ്, ആ വാക്യം പോയോ? ആ വാക്യം. ദാവീദ് ശൗലിനോട്, അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ച് കാട്ടിലായിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും എൻ്റെ ആടുകളെ പിടിപ്പാൻ വന്നു. ഒന്ന് ഉത്സാഹത്തോടൊന്ന് വായിച്ചാട്ടെ രാവിലെ. മൈക്കെടുത്താലൊന്ന് വായിച്ചോട്ടെ രാവിലെ. നല്ല അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് കാട്ടിലായിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഇതാണ് നമ്മുടെ ചിന്ത. അല്ലെങ്കിൽ ബൈ ഫെയ്ത്ത് ദേ ഹാവ് സ്റ്റോപ്പ് ദ മൗത്ത് ഓഫ് ലയൺ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിലെ 3-ാമത്തെ ഭാഗം, വിശ്വാസത്താൽ അവർ സിംഹത്തിൻ്റെ വായ അടച്ചു. ഇവിടെ ദാവീദ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസോട് ചേർത്ത് വെച്ചാണ് ഇന്നത്തെ വചന സന്ദേശം. അല്ലെങ്കിൽ അടിയൻ അപ്പൻ്റെ
ആടുകളെ. അതാണ് നമ്മുടെ ചിന്താലി. ദൈവമക്കളെ ഏൽപ്പിച്ച ജോലിക്ക് നേരെ, നന്മയ്ക്ക് നേരെ. ഇത് ശുശ്രൂഷ മണ്ഡലമായിരിക്കാം. 2 സന്ദേശം ഇന്ന് രാവിലെ എനിക്ക് പറയണമെന്നുണ്ട്, സമയമുണ്ടെന്ന് അറിയത്തില്ല. ദൈവാത്മാവ് നയിക്കുന്ന പോലെ ആയിക്കൊള്ളട്ടെ. എൻ്റെ അപ്പൻ്റെ ആടുകളെ. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക്, ഞങ്ങളുടെ വീട്ടിൽ 3 പേരാണ് ഉള്ളത്. അപ്പൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആർക്കുള്ളതാ? നമുക്കൂടെ ഉള്ളതാണ്. ഞാൻ ഇന്നലെ ആരോടൊക്കെ പറഞ്ഞല്ലേ, മാതാപിതാക്കളെ ഒത്തിരി ഒന്നും സമ്പാദിച്ച് കൂട്ടി ആർക്കും വേണ്ടി വെക്കരുത്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര വീടാണ്, 8 മുറിയുണ്ട്, എല്ലാം ഉണ്ട്, അറ്റാച്ച്ഡാണ്. പക്ഷേ വീട്ടിൽ താമസിക്കാൻ ആരേ ഉള്ളു? അപ്പച്ചനും അമ്മച്ചിമാരൊക്കെ ഉള്ളു. കാലത്തൊരു എത്രയോ അമേരിക്കയിൽ എത്രയോ സ്ഥലങ്ങളിൽ പോയി പാർക്കുണ്ട്, എത്രയോ രാജ്യങ്ങളിൽ പോകാറുണ്ട്. പിള്ളേരൊക്കെ പറക്കം പറ്റുമ്പോൾ എന്ത് ചെയ്യും? അങ്ങ് പറന്ന് പോവുകയാണ്. പ്രാവിനുള്ള പോലെ ചിറകൊക്കെ മുളച്ചിട്ട് അവരങ്ങ് കഴുകനെ പോലെ എന്ത് ചെയ്യും? അവസാനം പറന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ഒത്തിരി ഒന്നും സമ്പാദിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് തിങ് യു ക്യാൻ ഗിവ് ടു ദം. ഹല്ലേലൂയ. ഏറ്റവും കർത്താവ് ഇപ്പോൾ ദൈവദാസം ഓർപ്പിച്ച് വളരെ സന്തോഷം. ഹല്ലേലൂയ. കഴിഞ്ഞ ഞായറാഴ്ച സഭയെ പ്രസംഗിച്ചതാണ്. കുഞ്ഞുങ്ങളും എൻ്റെ മോൻ മീൻ കൊട്ട ചുമന്നുകൊണ്ട് നടന്നാലും എനിക്ക് വിഷമമൊന്നുമില്ല, അവൻ നിത്യതയിൽ കാണണമെന്ന് എനിക്ക് ഉറപ്പാണ്. ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസവും ഏറ്റവും വലിയ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ആയിട്ടും ഒക്കെ വളരെ ഞങ്ങൾ സ്വപ്നം കാണുന്നത് തലമുറ സ്വർഗരാജ്യത്തിലുണ്ടെന്നായിരിക്കണം. അതുകൊണ്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ഇതെല്ലാം വാരിക്കൂട്ടി സമ്പാദിച്ചു വെച്ച് എല്ലാം ഞെരുങ്ങി പണ്ടൊക്കെ ആൾക്കാർ പറയും, ഞാൻ മുണ്ട് മുറുക്കി ഉടുത്താണ് അവനെ വളർത്തിയത്. തിരിഞ്ഞു പോലും നോക്കത്തില്ല. പണ്ടത്തെ പ്രാർത്ഥന മുഴുവൻ, അപ്പച്ചന്മാരുടെ പ്രാർത്ഥന മുഴുവൻ, കർത്താവേ രക്ഷിക്കപ്പെട്ട സമയത്തല്ലേ, ആരംഭകാലത്ത്. ഹല്ലേലൂയ. നമുക്കറിയാം, അന്ന് നാട്ടിൽ എല്ലാവർക്കും 5, 8, 10 മക്കളൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് ഒന്നിനെയെങ്കിലും അക്കരയ്ക്ക് വിടണമേ, ഒന്നിനെയെങ്കിലും. അന്നത്തെ കാലത്ത് ഗൾഫായിരുന്നു അക്കരയ്ക്ക് വിടുന്നു പറഞ്ഞത്. അങ്ങനെ പ്രാർത്ഥന കേട്ട് ദൈവമല്ല പറഞ്ഞാട്ടെ, നിങ്ങൾ വിടില്ലയോ? അക്കരയ്ക്ക് വിട്ടു. ഇപ്പം ഹല്ലേലൂയ കുമ്പനാടും കോഴഞ്ചേരിയും കോട്ടയത്തൊക്കെ ചെന്ന് ഒന്നിനെങ്കിലും ഇക്കരയ്ക്ക് വിടണമേ, ഒന്നിനെങ്കിലും ഇക്കരയ്ക്ക് വിടണമേ, ഒന്ന് കണ്ണടയുന്നതിനും ഒന്ന് കാണാൻ വേണ്ടി. ദൈവം അങ്ങനെയൊക്കെ പ്രാർത്ഥന കേട്ട കാലമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാം സമ്പാദിക്കണം, കാര്യമൊക്കെ ശരിയാ. പക്ഷേ ഒരു പരിധി കൂടുതൽ വചനം പറയുന്നു, അനുഭവിക്കുമെന്ന് അറിയുന്നില്ല, സമ്പാദ്യം അറിയുന്നില്ല. അതുകൊണ്ട് ആരോഗ്യത്തോടെ നല്ലപോലെ ആഹാരമൊക്കെ കഴിച്ചു വേണം ജീവിക്കാൻ കേട്ടോ. മക്കൾക്ക് വേണ്ടി ഒത്തിരിയൊക്കെ മാറ്റി വെക്കണ്ട. എന്നോട് പണമൊന്നും ചേരുന്നു പുറത്തിറങ്ങുമ്പോൾ. അതുപോലെ തന്നെ നല്ലപോലെ ആഹാരം കഴിക്കണം, നല്ല വസ്ത്രം കഴിക്കണം, പക്ഷെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. സ്തോത്രം. ഇവിടെ എന്നപ്പോൾ നമ്മുടെ ഭൗതികതയോട് ദൈവത്തിന് ഒത്തിരി താല്പര്യമുണ്ട്. തൻ്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. 37-ാം സംഘത്തിൽ പറയണം. നമ്മുടെ പ്രോസ്പെറിറ്റി തിയോളജി പ്രീച്ചർ അല്ല ഞാൻ. പക്ഷെ ദൈവമക്കളുടെ ഭൗതികത ആത്മീയതയോട് ചേർന്നായിരിക്കണം. ആത്മീയതയോട് ചേർന്ന ഭൗതികത മാത്രമേ ദൈവം അംഗീകരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞത്, എൻ്റെ പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും സുഖവും ശുഭവുമായിരിക്കണം. ആസ് ദ വേ യുവർ സ്പിരിറ്റ് പ്രോഗ്രസ് ആൻഡ് പ്രോസ്പർ. ഹല്ലേലൂയ. നാം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മുടെ അകത്ത മനുഷ്യന് വേണ്ടി എന്ത് സമ്പാദിക്കുന്നോ ആ സമ്പാദ്യത്തിനൊത്തവണ്ണമുള്ള ഒരു ഭൗതിക വർധനവും ദൈവം നമുക്ക് തരും. അല്ലാതെ ഇങ്ങോട്ട് കയറി വരുന്ന ഉടനെ എല്ലാം തരാമെന്ന് പറഞ്ഞൊരു ദൈവമല്ല. ആസ് ദ വേ യു ആർ റിമൈനിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ സെയിം വേ യു കൻ എക്സ്പെക്ട് എ സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് ഓൾസോ യു കൻ എക്സ്പെക്ട് മെറ്റീരിയൽ ഗ്രോത്ത്. ആത്മീയ നന്മയും ഭൗതിക നന്മയും ബാലൻസ് ചെയ്തു പോകണം. അതുകൊണ്ടാണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് മന്ന കൊടുത്തപ്പോൾ മഞ്ഞിൽ പൊതിഞ്ഞ മന്ന കൊടുത്തത്. ഉയരത്തിലെ മഞ്ഞ് പൊഴിഞ്ഞ്, അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് പൊഴിയുന്ന മഞ്ഞ്, അതിനകത്ത് പൊതിഞ്ഞ മന്ന കൊടുത്തത്. ആത്മീയത്തിന്റെ പൊതിയില്ലാത്ത ഒരു ഭൗതികവും എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ നാം ബാധ്യസ്ഥരാണ്. പ്രൈസ് ദി ലോർഡ്. തിരുവചനം പഠിപ്പിക്കുന്നത് തന്നെ അധ്വാനിക്കുന്നവന് മാത്രമേ ആഹാരമുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ഇറങ്ങി പുറപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി വന്നുകൊണ്ട്, നിങ്ങൾ പോവുകയാണ്, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം അതിരുന്നത്, വെട്ടാത്ത കിണർ എവിടെയുണ്ട്, കെട്ടാത്ത തോട്ടമുണ്ട്, നട്ടുണ്ടാക്കാത്ത തോട്ടമുണ്ട് ഒക്കെ പറഞ്ഞ് ഭയങ്കര പാട്ടും പാടിയാണ് പോകുന്നത്. പാല് തേന് ഹല്ലേലൂയ വീട് കിണർ ഇങ്ങനെ പാട്ടും പാടി പോകുമ്പോഴാണ് അറിഞ്ഞത്, രാവിലെ എഴുന്നേക്കണം. രാവിലെ മന്ന ഇങ്ങനെ പെയ്ത് എവിടെ കിടക്കും? പാളയത്തിൽ കിടക്കും. ഹല്ലേലൂയ. ഉച്ചവരെ ഉറങ്ങുന്നവൻ പട്ടിണിയാണ്. കാരണം അതിരാവിലെ എഴുന്നേൽക്കണം, അല്ലെങ്കിൽ പാത്രം എടുക്കണം, പാളയത്തിൽ പോകണം, മഞ്ഞു വകഞ്ഞു മാറ്റണം, കൊത്തമ്പാലരി പോലുള്ള മഞ്ഞ പറക്കിയെടുക്കണം, വീട്ടിൽ കൊണ്ടുവരണം, ഉരലിനകത്ത് അവിൽ പോലെ ഇടിക്കണം, അത് കല്ലി വെച്ച് ചൂടണം, എന്നാലേ കഴിക്കാൻ പറ്റൂ. അധ്വാനിക്കുന്നവന് സ്തോത്രം ആവോളം കൊടുക്കുന്ന ദൈവമാണ്. ദൈവമക്കളെ അലസന്മാർക്കുള്ളതല്ല ആത്മീയ ജീവിതം, ഉത്സാഹികൾക്കാണ്. ഹല്ലേലൂയ. ദൈവവചനം ഉത്സാഹികള്. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ നല്ല ഉത്സാഹമുള്ളവരായിരിക്കണം. ആത്മീയ വിഷയത്തിൽ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ ചാടിക്കറി പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ചാടിക്കറി പ്രാർത്ഥിക്കണം. വചനം വായിക്കുമ്പോൾ ഉത്സാഹത്തോടെ വായിക്കണം. ഹല്ലേലൂയ. കമ്മിറ്റി മീറ്റിങ്ങിനൊക്കെ കാണിക്കുന്ന അതേ ആവേശം അമേരിക്കയിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല. അതേ ആവേശം ഇവിടെ കാണിക്കണം. ബൈബിൾ വായിക്കുമ്പോൾ കാണിക്കണം. ദൈവസഭയിൽ അത് വെളിപ്പെടുത്തണം. സ്തോത്രം. ഒച്ചയൊക്കെ നമുക്ക് ദൈവത്തിന് വേണ്ടി വേണം ചെയ്യാൻ.
ഹല്ലേലൂയ. മടങ്ങി വരട്ടെ. അപ്പം ഇവിടെ ദാവീദും ശൗലും തമ്മിലുള്ള സംഭാഷണമാണ്. നമുക്കറിയാം, സംഭവമൊക്കെ നമുക്കറിയാം. ദാവീദ് പറയാം, എൻ്റെ അപ്പൻ്റെ ആടുകൾ. എൻ്റെ ചോദ്യം ഇതാണ്, അപ്പൻ്റെ ആടാണെങ്കിൽ അത് ആരുടെ ആടാണ്? പക്ഷെ ദാവീദ് അവിടെ എടുത്തു പറയുന്നതിൻ്റെ കാരണം, കുഞ്ഞുങ്ങളെ, അപ്പൻ്റെ ആടെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ആടല്ല, അതെൻ്റെ അപ്പൻ്റെ ആടാ. എന്നെ ഒന്ന് നോക്കാൻ ഏൽപ്പിച്ച ഒരു ജോലിയാ. പക്ഷെ സിംഹം ചാടി വീണത് ഏൽപ്പിച്ച ആ ഉത്തരവാദിത്തത്തിൽ പോലും നീ അല്ലെങ്കിൽ കഴിവ് കെട്ടവനാണെന്ന് തെളിയിക്കുവാൻ ആഞ്ഞു ചാടിയ സിംഹത്തെ ഞാൻ ആത്മാവിൽ അതിൻ്റെ അതരമടച്ചു. ഇന്ന് പകൽക്കാലം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങൾക്ക് നേരെ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ചില നന്മകൾ കൊത്തിക്കൊണ്ടു പോകുവാനാ ഈ പിശാച് അലറി വീഴുന്നത്. അതിൻ്റെ അതരമടയ്ക്കുന്ന ഒരു അഭിഷേകത്തിനായി ഇന്ന് പകൽക്കാലം ആത്മാവിൽ പ്രാർത്ഥിക്കണം. അത് ഞാൻ തെളിയിക്കാം. സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം, ഈ യുദ്ധം നിങ്ങൾക്കറിയാം. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം, 16-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ കാണാതറിയാവുന്നവരെ എത്രയോ പ്രസംഗം കേട്ടത്. ഞായറാഴ്ച ദാവീദ് വരാത്തൊരു സങ്കീർത്തനം പെന്തക്കോസ്ത് സഭയിൽ ഇല്ല. ഞങ്ങളുടെ സഭയിൽ ഇപ്പോൾ സങ്കീർത്തനം വായനയുള്ളൂ. പ്രസംഗം നിർത്തി ഞാൻ. കാരണം എല്ലാ ഞായറാഴ്ച ആർക്ക് സങ്കീർത്തനം വായിക്കാൻ കൊടുത്താൽ ഇത് ദാവീദിന്റെ സങ്കീർത്തനമാകുന്നു എന്ന് പറഞ്ഞങ്ങ് തുടങ്ങും. നമുക്ക് എല്ലാവർക്കും നല്ല കാര്യം. കാരണം അല്ലാതെ വേറെ ആരുടെ വായിക്കണ്ട. പിന്നെ ഉള്ളത് ആരാ? ആസാടെ പാട്ട്. പിന്നെ ആരുടെ ഉണ്ട്? അത് ശവം അടക്കുമ്പോഴേ പാടത്തുള്ളൂ. 90-ാം സങ്കീർത്തനം ഒരു പ്രോഗ്രാമായിട്ട് വെച്ചിരിക്കുക. ദൈവമേ, നീ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു, പർവ്വതങ്ങളെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് അവസാനം ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണം. കേൾക്കുമ്പോഴേ പേടിയാ. ഞങ്ങൾ 12-ാം വാക്യം, ഞങ്ങൾക്ക് ജ്ഞാനമുള്ളൂ ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണം പഠിപ്പിക്കുന്നു പറയുമ്പോഴേ നമ്മൾ മടുത്തു പോകും. അപ്പം അതുകൊണ്ട് മോശയ്ക്കത്. പിന്നെ പിള്ളേരെ വിളിച്ചുകൊണ്ട് വരും. കോരപുത്രന്മാരുടെ 2 സങ്കീർത്തനമുണ്ട്. അതും കുറച്ചൊക്കെ ഒന്ന് വായിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ കൂടുതലും ആരുടെ കൂടെ നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ദാവീദ് നമ്മുടെ സഭയിലെ ഒരു കഥാപാത്രം തന്നെ. ഇവിടെ ദാവീദിന്റെ ചരിത്രം പറയുകയാണ്. 1 ശമൂവേൽ 16-ന്റെ 10 തൊട്ട് 1 തൊട്ടുള്ള വാക്യങ്ങൾ. അവിടെ ശൗലിനെ രാജസ്ഥാനത്ത് നീക്കിയെന്നറിഞ്ഞിട്ട് ദുഃഖിച്ചിരിക്കുന്ന ശമൂവേൽ പ്രവാചകനാണ്. ഭയങ്കര വിഷമമാണ്. കാരണം ഞാൻ തന്നെ കൈകൊണ്ട് അഭിഷേകം ചെയ്ത് എണ്ണ ഒഴിച്ച് മാറ്റി നിർത്തി എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമുള്ള ഈ ശൗല് ഇപ്പോൾ അനുസരണക്കേട് കാണിച്ച് അവൻ രാജസ്ഥാനത്ത് ദൈവം മാറ്റിയപ്പോൾ അന്ന് തുടങ്ങി ആർക്ക് ദുഃഖം? ദൈവസഭയുടെ തകർച്ച കാണുമ്പോഴാണ് ദൈവമക്കൾ കരയേണ്ടത്. ശമൂവേലേ, നിന്റെ ദുഃഖം എന്താ? ഹല്ലേലൂയ. ശമൂവേലിന്റെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്. ശമൂവേലിന്റെ കുഞ്ഞുങ്ങളും വഴിതെറ്റിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ശമൂവേലിന്റെ ഏറ്റവും വലിയ ദുഃഖം ദൈവസഭയ്ക്ക് ഒരു നായകനില്ലെന്നോർത്താം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചല്ലോ, ദൈവമക്കളുടെ കരച്ചില് ദൈവസഭയ്ക്ക് വേണ്ടി ആയിരിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തെറ്റില്ല, നല്ല കാര്യമാ. നിങ്ങൾ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വർഗത്തിലെ ദൈവം അത് ചെയ്തു തരും. കാരണം കരയുന്ന കാക്കയ്ക്കും ഹല്ലേലൂയ കാട്ടിലെ സകല മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നവനാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാവിലെ അത് വിഷയമല്ല. പക്ഷേ ആലയത്തിന്റെ ആവശ്യം നിങ്ങൾ മറന്നു പോകല്ലേ. ഹന്നായുടെ ദുഃഖം ആലയത്തിന്റെ പടിവാതിൽ കയറി വരുന്നത് വരെ ഹന്നായുടെ ദുഃഖം ഒരു മോൻ വേണമെന്നായിരുന്നു. കർത്താവേ, നീ എനിക്കൊരു കുഞ്ഞിനെ തരണമേ. എത്ര നാൾ നിന്ന് ഞാൻ ചുമക്കും? എത്ര നാൾ ഈ ഭാരം? എൻ്റെ പെനിന എത്ര ആക്ഷേപിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചതിനൊന്നും മറുപടിയില്ല. കർത്താവേ, എൻ്റെ ദുഃഖം മുഖം വാടിയ വരുന്നത്. പള്ളി വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഉപദേശിച്ചില്ലെന്ന്. വീട്ടിൽ നിന്ന് വരുന്നിടം വരെ വീട്ടിൽ ഒരു മകന്റെ വിഷമമായിരുന്നു. പക്ഷെ ആലയത്തിൽ വന്നപ്പോഴാ ആത്മീയ നേതൃത്വം അതപ്പതിച്ചെന്ന് കണ്ടത്. അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയുടെ ടോണ് മാറി. ഹന്ന പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ, കർത്താവേ, നീ എനിക്കൊരു മകനെ തന്നാൽ ഞാൻ അവനെ യഹോവയ്ക്ക് ജീവപര്യന്തം കൊടുക്കുമെന്ന്. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആത്മീയമായി മാറട്ടെ. ദൈവമക്കളെ, നിങ്ങളുടെ ദുഃഖം ആത്മവിഷയത്തിലായിരിക്കട്ടെ. ദുഃഖം ദൈവസഭയുടെ അഭിവൃദ്ധി, ദൈവസഭയുടെ നേതൃത്വങ്ങൾ, ദൈവസഭയുടെ ഉണർവ്, ആത്മാവിന്റെ നിറവ്, അന്ധകാരത്തിനുമേൽ ജയമെടുക്കുന്ന അഭിഷിക്തന്മാർ ആലയത്തിൽ എഴുന്നേൽക്കട്ടെ. ലോകത്തോടും പാപത്തോടും പിശാചിനോടും ചങ്കുറ്റത്തോടെ എതിർത്ത് നിൽക്കുന്ന ദൈവഭക്തന്മാരെ കൊണ്ട് ആലയം നിറയണം. അതിനുവേണ്ടി കൊതിച്ചു പ്രാർത്ഥിക്കുന്നവരെ ഇന്ന് പകൽ ദൈവസഭയ്ക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിന്റെ പ്രവാചകന്മാരെ ദൈവമേ അഭിഷേകം ചെയ്യണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട് നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഒരു സുല്ലിട്ടിട്ട് ഇന്ന് പകൽ എത്ര പേര് പ്രാർത്ഥിക്കും? ദൈവസഭയിൽ ഒരു ആത്മാവിന്റെ അല്ലെങ്കിൽ പകർച്ചയുണ്ടാകണം. ശൗലിനെ നോക്കി പ്രാർത്ഥിക്കുക. യോ, ഇനി ആരാ ദൈവസഭയെ നയിക്കുന്നത്? അവിടെ ദൈവം ഒരു സന്ദേശം കൊടുത്തു. നീ എത്രത്തോളം ശൗലിനെ ഞാൻ രാജസ്ഥാനത്തുനിന്ന് നീക്കിയെന്നോർത്ത് ദുഃഖിച്ചിരിക്കും. 1 ശമൂവേൽ 16-ന്റെ 1 തൊട്ടുള്ള വാക്യങ്ങളായി പറയുന്നത്. ഹൗ ലോങ് യു ആർ ബീൻ ബി സോറോഫുൾ. ഹല്ലേലൂയ. എത്ര നാൾ ഇങ്ങനെ നീ ദുഃഖിച്ചിരിക്കും? ഒറ്റ കാര്യം ചെയ്താൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. നീ എഴുന്നേറ്റ് തൈല കൊമ്പത്തിൽ വീണ്ടും തൈലം. ഇഫ് യു ആർ റെഡി ടു റീഫിൽ യുവർ ഹോൺ അഗൈൻ വിത്ത് അനോയിന്റിംഗ് ഓയിൽ, ദ പ്രോബ്ലം ഈസ് ഗോയിങ് ടു ബി സീസ് ഫോർ എവർ. അവിടെ പ്രശ്നം തീരുമെന്ന്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിന്റെ അഭിഷേകത്തിന്റെ കൊമ്പ് നിറയാൻ നീ റെഡിയാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടും.
ഹല്ലേലൂയ. എല്ലാം കഴിഞ്ഞെന്നല്ലയോ സഹോദരി നീ പറഞ്ഞത്? ദൈവദാസ, ഇനി ഒരു ആത്മീയ ആലയത്തിൽ ഉണ്ടാകത്തില്ല. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഒന്നും നടക്കത്തില്ല. വിശുദ്ധ കൂട്ടം ഇനി ഉണ്ടാകത്തില്ല. വേർപാടുള്ളവരെ കാണാൻ പോലും കിട്ടത്തില്ല. ഈ സംസ്കാരത്തിനൊത്തവണ്ണം ആടി ഉലഞ്ഞു പോകുന്ന തലമുറയാ എന്നൊക്കെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. ഒരു പ്രാവശ്യം കൂടെ നീ നിറയാൻ തയ്യാറായാൽ, ശമൂവേലേ ഹല്ലേലൂയ, ശൗല് പോയെങ്കിൽ പോട്ടെ, ഒന്നിനു പുറകെ ഒന്നങ്ങ് പോയെങ്കിൽ പോട്ടെ, ബട്ട് ഇഫ് യു ആർ റെഡി ടു റീഫിൽ അഗൈൻ, ഇന്ന് പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ നിന്റെ കൊമ്പിൽ എണ്ണ നിറയ്ക്കുവാൻ നീ തയ്യാറായാൽ, നിന്റെ വീട്ടിലേക്ക് അഭിഷേകത്തിന്റെ എണ്ണ നിറയ്ക്കുവാൻ നീ തയ്യാറായാൽ, നിന്റെ ആദരത്തിൽ വീണ്ടും സ്തോത്രം നിറയ്ക്കുവാൻ നീ തയ്യാറായാൽ, നിന്റെ ഹൃദയത്തിനകത്ത് വിശുദ്ധിയുടെ മർമ്മം നിറയ്ക്കുവാൻ നീ തയ്യാറായാൽ, കാട്ടിൽ കിടക്കുന്ന ചിലതിനെ ഇന്ന് പകൽക്കാലം പൊക്കിയെടുത്തുകൊണ്ട് വരുവാൻ, ആരും അറിയാതെ കിടക്കുന്ന ചിലതിനെ, അക്ഷരാഭ്യാസം പോലും ഇല്ലെന്ന് ലോകം തള്ളിക്കളഞ്ഞ ചിലതിനെ, വീട്ടുകാർ, നാട്ടുകാർ, കൂട്ടുകാർ ഒരുപോലെ മാറ്റി നിർത്തിയ ചിലതിനെ നിറവോടെ മടക്കിക്കൊണ്ടുവരുവാൻ ഇന്ന് പകൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും? ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ എന്നെ നിറയ്ക്കണമേ കർത്താവേ. എന്റെ ആദരത്തിൽ ഹല്ലേലൂയ ദൂത് നിറയ്ക്കണമേ. എന്റെ കൊമ്പ് വറ്റി ഉണങ്ങിയിരിക്കുന്നു. I thought everything is over, but I have a message for you. It's not over unless God says it's over. ദൈവം കഴിഞ്ഞെന്ന് പറയാത്തിടത്തോളം കഴിഞ്ഞിട്ടില്ല. ദൈവം തീർന്നെന്ന് പറയാത്തിടത്തോളം തീർന്നിട്ടില്ല. ഇനിയും പ്രത്യാശയുണ്ട്, ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട്, ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഒരു പ്രാവശ്യം കൂടെ നിറയാൻ തയ്യാറായാൽ, ഒരു പ്രാവശ്യം കൂടെ നിറയാൻ തയ്യാറായാൽ, ഈ തൈലക്കൊമ്പിലേക്ക് വീണ്ടും അഭിഷേകത്തിന്റെ തൈലം നിറയ്ക്കുവാൻ ദൈവദാസി നീ തയ്യാറായാൽ, ഇന്ന് രാവിലെ ആത്മാവിൽ ദൂത് പറയുന്നു, വീണ്ടും പ്രത്യാശയുണ്ട്, വീണ്ടും പ്രത്യാശയുണ്ട്. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവം, പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുന്നു. നിന്റെ നിറവിന്റെ അടിസ്ഥാനത്തിലാ ചിലതിനെ ഇന്ന് രാവിലെ സ്വർഗം പോക്കി എടുത്തുകൊണ്ട് വരുന്നത്. ഹല്ലേലൂയ. നിന്റെ കൊമ്പിലേക്ക് നീ തൈലം നിറച്ചാൽ ഇനിയും ഉണ്ടെന്നേ അഭിഷിക്തന്മാരെ ഞാൻ പുറത്ത് കൊണ്ടുവരും. നഷ്ടപ്പെട്ടത് ഓർത്ത് ഇന്ന് രാവിലെ കരയണ്ട. അല്ലല്ലോ, പോയതിനെ ഓർത്ത് കരയണ്ട. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. വീണ്ടും ദൈവം ചിലതിനെ കൊണ്ടുവരും. പകരമാരെന്ന ചോദ്യം ഇന്ന് രാവിലെ ആരും ഓർത്ത് ഭാരപ്പെടണ്ട. ഏലിയാവിന് ശേഷം ആരെന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നു, ഏലിയാവും ഭാരപ്പെടുന്നു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. പക്ഷെ കലപ്പ കൊണ്ട് ഉഴുന്ന മിടുമിടുക്കൻ ഒരുത്തൻ വയലിൽ നിൽപ്പുണ്ട്. അവന്റെ മേൽ പുതുപ്പ് വലിച്ചെറിയുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഈ കാലഘട്ടത്തിന് ചില പ്രവാചകന്മാരെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. ഹൂസ്റ്റൺ പട്ടണത്തില് മറഞ്ഞു കിടക്കുന്ന ചിലരെ ഞാൻ ആത്മാവിൽ കാണുന്നു. കട്ടിയുള്ള കാട്ടില്, സിംഹങ്ങൾ അലറുന്ന കാട്ടിലെ, കരടിമാർ വിഹരിക്കുന്ന കാട്ടിലെ, ഹല്ലേലൂയ, ആരും കടന്നു ചെല്ലാത്തിടത്ത് മറഞ്ഞു കിടക്കുന്ന യൗവനക്കാരെ ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ കാണുന്നു. അത് എന്റെ കുടുംബത്തിലാകട്ടെ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? അത് എന്റെ സഭയിലാകട്ടെ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? ഈ കാലഘട്ടത്തിന്റെ ശബ്ദമായി ചിലരെ പുറത്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നിറയാൻ തയ്യാറായിക്കോ കേട്ടോ. കൊമ്പ് നിറയാൻ തയ്യാറായിക്കോ. വറ്റു വരണ്ടിരിക്കുന്ന ആ കൊമ്പുണ്ടല്ലോ, ഇന്ന് പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ നിറയട്ടെ. നീ പറയുന്നു എന്റെ ശുശ്രൂഷ കഴിഞ്ഞെന്നില്ല. ഇത് തുടക്കത്തിന്റെ ദിവസമാണ്. ശുശ്രൂഷ കഴിഞ്ഞിട്ടില്ല. ശമൂവേലേ, ഇത് കഴിഞ്ഞിട്ടില്ലെന്നേ. ഒരു പ്രാവശ്യം കൂടെ നിറയണം. Let me repeat that message. Until God says it's over, it's not over. ദൈവം കഴിഞ്ഞെന്ന് പറയാത്തിടത്തോളം കഴിഞ്ഞിട്ടില്ല. ദൈവം സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ തീർന്നു. ദൈവം പറയുക നിറയാൻ തയ്യാറായിക്കോ. വീണ്ടും തൈലക്കൊമ്പിലേക്ക് തൈലം നിറച്ചുകൊണ്ട് ഇഷായുടെ വീട്ടിലേക്ക് പോകുന്ന സംഭവമൊക്കെ നിങ്ങൾക്ക് കാണാതറിയാം. ബെത്ലഹേമിന് ഇഷായുടെ വീട്ടിൽ ചെല്ലുന്നു. വിറച്ചോണ്ടൊക്കെയാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ശൗൽ അറിഞ്ഞാൽ എന്ത് ചെയ്യും? കൊല്ലു എന്നൊക്കെ പറഞ്ഞ്. നീ പേടിക്കൊന്നും വേണം. അവിടെ ചെറിയ ഉപവാസപാതനയൊക്കെ നടത്താൻ പറഞ്ഞു. അങ്ങനെ യാഗമൊക്കെ നടത്താൻ വേണ്ടി ഇഷായ്ക്ക് നേരത്തെ ലെറ്റർ അയച്ചു. ഇന്നത്തെ പോലെ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ലെറ്ററൊക്കെ അയച്ചു പറഞ്ഞു, അച്ഛാ വീട്ടിലോട്ട് ഞാൻ വരുന്നുണ്ട്, അതുകൊണ്ട് പിള്ളേരെല്ലാം ഇന്ന് സഹായത്തിന് കാണണമെന്ന് പറഞ്ഞു. കാരണം പിള്ളേരെല്ലാം വീട്ടിൽ തന്നെ കാണണമെന്ന് പറഞ്ഞു. വലിയ പാടാ പിള്ളേരെ എവിടെ കിട്ടാനേ. എല്ലാവരും കൂട്ടത്തിലുണ്ടേ. പ്രൈസ്തലോർഡ്. ഞാൻ ഇന്ത്യയിൽ നിന്നൊന്നും വന്നൊന്നുമല്ല, ഇവിടെ തന്നെ ഉള്ളതാണ്. അപ്പം പിള്ളേരെല്ലാം മീറ്റിങ്ങിന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് മൂത്ത് രണ്ടുപേര് അല്ലെങ്കിൽ അഭിനാവും ഷമ്മായും ഒക്കെ പുള്ളിക്കാർ ഈ ഇടയ്ക്ക് അങ്ങോട്ട് ഡിഫൻസിലോട്ട് കയറിയതേ ഉള്ളു. അമ്മ നല്ല മനസ്സിലാക്കണം. അവരോട് പറഞ്ഞു മക്കളെ ലീവ് എടുത്തിട്ട് വന്ന് ഇന്ന് നമുക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിള്ളേരെ അടുത്ത വർഷം ഈ കുഞ്ഞുങ്ങളെ കൂടെ ഒന്ന് പങ്കെടുപ്പിക്കുന്ന രീതിയിലൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. കേട്ടോച്ചാ, സ്തോത്രം ഹല്ലേലൂയ. രണ്ടുപേര് വന്നാൽ മതി, അതങ്ങ് പടർന്നോളും. അവർക്ക് വേണ്ടി ഒരു സെഷൻ അങ്ങ് മാറ്റി വെച്ചാൽ അതിൽ അവർക്ക് വിഷമം. കാരണം നമ്മളിനി അവർക്കിനി അത് വേണ്ട, നമ്മുടെ കൂടെ ഇരുന്ന് ആരാധിക്കാൻ നാണക്കേടാണെങ്കിൽ ഇരിക്കട്ടെ, ഞാൻ അവരെ കൂടെ അവർ കൂടെ വെച്ചേക്കാം. അപ്പോൾ ഈ പിള്ളേരെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇഷായി പിള്ളേർക്കെല്ലാം ലീവ് എടുത്ത് വീട്ടിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ ശമൂവേൽ അവിടെ വന്നു. എല്ലാവരും വിറച്ചുകൊണ്ട് പുള്ളി അങ്ങോട്ട് വിറച്ചുകൊണ്ട് പോയത്. അവിടെ ചെന്നപ്പോൾ പുള്ളിയെ കണ്ടപ്പോൾ നമ്മുടെ വിറയിലൊക്കെ ചുമ്മാ തന്നെ നമ്മളെ കാണുമ്പോൾ ലോകം വിറയ്ക്കുന്നുണ്ട്. കാരണം ഈ വിറയലിൻ്റെ കാരണം അഭിഷേകത്തിൻ്റെ തൈലം കൊമ്പിലുള്ളത് കൊണ്ടാണ്.
പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വരവിങ്കൽ വിറച്ചെന്നാ വായിക്കുന്നത്. ക്രൈസ്തലോടല്ലേ എന്തുകൊണ്ടാണല്ലേ ഇത്രയും പീഡയും പ്രയാസം ഉണ്ടായിട്ടും ദൈവദാസന്മാർ വീണ്ടും നിറവോട് അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്? അവർക്കറിയാം ഞങ്ങൾ പ്രാപിച്ച അഭിഷേകത്തിന്റെ വലിപ്പം. ഹല്ലേലൂയ. ഇശായി മക്കളെയെല്ലാം ഇങ്ങനെ 7-ാം വാക്യത്തിലേക്ക് ഒരു മക്കളെയെല്ലാം ഇങ്ങനെ വിളിച്ച് നിർത്തി കുളിപ്പിച്ച് ഒരുക്കി സുന്ദര കുട്ടപ്പന്മാരാക്കി പൗഡറൊക്കെ ഇട്ട് കുപ്പായൊക്കെ ഇടിപ്പിച്ച് മിടുക്കന്മാരായിട്ട് ശവമേൽ ഇങ്ങനെ തൈലക്കൊമ്പിൽ അഭിഷേക തൈലമായിട്ട് നിൽക്കുകയാണ്. കാരണം എങ്ങനെങ്കിലും നേരത്തെ അഭിഷേകം കഴിഞ്ഞിട്ട് അവിടെ പോകണം, 1:30 വീട്ടിൽ പോകണ്ടേ, അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അല്ലല്ലോ ഓരോരുത്തർ മൂത്തവൻ ഇങ്ങനെ പോകുന്നു, അഭിനാദാവ് പോകുന്നു, ഷമ്മ പോകുന്നു, ഇങ്ങനെ ഓരോരുത്തർ പോകുകയാണ്. ഈ വരുന്ന വരവ് കണ്ടപ്പോഴേ ശമൂൽ എന്താ പറയുക, ഇതാ യഹോവയുടെ അഭിഷിക്തൻ. ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞില്ലല്ലോ ഞാനിവനെ തിരഞ്ഞെടുത്തിട്ടില്ല. ഈ പുറമേ കാണുന്നതല്ല, ഇന്നലെ ഓർപ്പിച്ച പുറമേ കാണുന്നതൊന്നും അല്ലെന്ന്. ഒട്ടക്കഴുത്തും മൊട്ടത്തലയും ക്ലീൻ ഷേവും എന്നൊക്കെ പറയുന്നൊന്നുമല്ല വിശുദ്ധി. കുഴപ്പമില്ലെന്നേ അതിരുന്നോട്ടെ. കേരളത്തിലൊക്കെ ജീവിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു ഈ ക്ലീൻ ഷേവൊക്കെ ചെയ്ത് നല്ല ജുബ്ബായൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ ഉപദേശിമാരാണ്. കർണാടക വന്നപ്പോൾ അവിടുത്തെ ഗുണ്ടകളല്ല ഇങ്ങനെ നടക്കുന്നത്. ആന്ധ്രയിൽ ചെന്നപ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം നമ്മളെക്കാട്ട് നല്ല കുർത്തായും ജുബ്ബായും നല്ല ക്ലീൻ ഷേവുക. എല്ലാവരും കൂട്ടത്തിലുണ്ടേ. അപ്പം ഞാൻ പിന്നെ റെസ്റ്റോറൻറ്റ് ചെല്ലുമ്പോൾ കുമ്പനാട്ട് ബൈബിൾ കോളേജ് അറിയ പോലെ ഇരിക്കുന്നു എല്ലാവരും. കറുത്ത പാൻറ്റും വെളുത്ത, കുഴപ്പമില്ലല്ലോ, ഈ കറുത്ത പാൻറ്റും വെളുത്ത ഷർട്ടും പാസ്റ്റർമാർക്ക് തിരിച്ചിട്ടാലോ? എല്ലാവരും എൻ്റെ കൂട്ടത്തിലുണ്ടേ. കറുത്ത ഷർട്ടും വെളുത്ത പാൻറ്റും ഇട്ടാലോ? അന്നത്തെ ആത്മീയം പോയി. ഇതൊന്ന് തിരിഞ്ഞു പോയി. എന്തോ നമ്മളൊരു യൂണിഫോം ഒക്കെ മനസ്സിൽ വെച്ചിരിക്കുകയല്ലേ അല്ലേ? കല്യാണത്തിന് വരുമ്പം പിന്നെ എത്രയോ കല്യാണം നടത്തുന്ന പെമ്പിള്ളേരെല്ലാം നല്ല വെളുത്ത് ഉടുപ്പിട്ടുണ്ടാണ് വരുന്നത്. സമാധാനം ചെറുക്കനോ അന്ന് സമാധാനം പോയെന്നായിരിക്കും എൻ്റെ അർത്ഥം. കാരണം ഇതോടുകൂടി ഇന്ന് അവസാനത്തെ സമാധാന സന്ദേശമാണ് ഈ വരുന്നത്. ഇന്ന് തൊട്ട് എൻ്റെ സമാധാനം എൻ്റെ തെളിവായിട്ടായിരിക്കും കറുത്ത് ഉടുപ്പിട്ടിരിക്കുന്നത്. എന്താണെന്നറിയത്തില്ല. എനിവേ എന്തുങ്ങളെ ആയിക്കൊള്ളട്ടെ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സന്ദേശം ഇത്രയേ ഉള്ളൂ. ഓരോരുത്തരും മാറ്റി മാറ്റി വിടുകയാണ്. അങ്ങനെ എൻ്റെ 7-ാം വാക്യം വായിക്കുന്നു. അങ്ങനെ ഇശായി 7 പുത്രന്മാരെയും തൻ്റെ മുമ്പിൽ വരുത്തി. അഭിഷേക തൈലം കയ്യിലുണ്ട്, ഇതുവരെ ആരുടെയും തലയിൽ വീണിട്ടില്ല. ഞാനിവിടെ വിസിറ്റിന് വന്നാൽ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ ഇവിടെ വന്നിട്ട് ഒരു 3 വന്നിട്ടില്ല. ഞാനിവിടെ ഇത് വരുമ്പം അച്ഛൻ എന്നോട് ചോദിക്കുകയാണ്, എന്നോട് ഉപയോഗിച്ചാനോട് ചോദിച്ചു പാസ്റ്റർക്ക് എത്ര മക്കളാണ്? അപ്പം ഞാൻ പറയുകയാണ് അച്ഛാ എനിക്ക് മക്കളൊക്കെ ഉണ്ട് കണ്ടില്ല എല്ലാവരെയും. പിന്നെയും ചോദിക്കേണ്ട കാര്യമുണ്ട് എത്ര മക്കളുണ്ടെന്ന്. മക്കളെയെല്ലാം വിളിക്കാൻ പറഞ്ഞിട്ട് 7 മക്കൾ മുന്നിൽ കൂടെ പോയിട്ടും ആരുടെയും തലയിൽ അഭിഷേകം തൈലം വീണിട്ടില്ല. വന്ന പാസ്റ്റർക്ക് തെറ്റിയോ ദൈവത്തിന് തെറ്റിയോ? വിസിറ്റിന് വന്ന പാസ്റ്റർ അങ്ങോട്ട് ചോദിച്ചു, നിന്റെ മക്കളെല്ലാവരും ആയോ? ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൻ്റെ ആടുകളുടെ ചരിത്രമായി പറഞ്ഞു വരുന്നത്. നിന്റെ മക്കളെല്ലാവരും അന്നേരം പറഞ്ഞു, ഒരുത്തനുണ്ട്, അവനെ ഇതിനൊന്നും കൊള്ളത്തില്ല. ഷമ്മയ്ക്കും അഭിനാദാവിനും അല്ലെങ്കിൽ ഏലിയാവിനും ഒന്നും ഇല്ലാത്ത കഴിവ് അവനെന്താ? ഞങ്ങൾക്കാകെ അവനെ കൊണ്ട് കൊള്ളാവുന്നത് കുറച്ച് ആട് ഇവിടെ ഉണ്ട്. അതിനെ രാവിലെ ഉപവാസ പ്രാർത്ഥന യാഗം വീട്ടിൽ നടന്നിട്ടും അതിനുപോലും ഇരിക്കുവാൻ യോഗ്യതയില്ലെന്ന് ചിന്തിച്ച് ഒരു അലലിയ നിറവ് വീട്ടിൽ നടക്കുമ്പോൾ അതിനുപോലും പ്രാഗൽഭ്യമില്ലെന്നോർത്ത് കാട്ടിലേക്ക് ആട്ടിപ്പായിച്ച മകൻ. പക്ഷെ എന്താ ദൈവം പറഞ്ഞത്? സ്തോത്രം ഹല്ലേലൂയ. എന്താ ശമൂവേൽ പറഞ്ഞതറിയാമോ? അവനെ ആളയച്ച് അല്ല, ചോദ്യം ഇതാ, ആ അപ്പൻ പറഞ്ഞില്ല ഞങ്ങൾക്കൊരു കൊച്ചുമോനുണ്ടെന്ന്. അമ്മ പറഞ്ഞില്ല ഇവിടെ ഒരു ഇളയ മകനുണ്ടെന്ന്. സ്തോത്രം. 7 ജ്യേഷ്ഠന്മാരും പറഞ്ഞില്ല ഞങ്ങൾക്കൊരു കുഞ്ഞനിയനുണ്ടെന്ന്. വീട്ടിൽ വന്ന ഇരിക്കുന്ന പട്ടണത്തിലെ മൂപ്പന്മാർ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സഭയിലെ ഒറ്റ മൂപ്പന്മാരും പാസ്റ്റർമാരും പറഞ്ഞില്ല ഈ വീട്ടിലൊരു കൊച്ചുമകൻ ഉണ്ടെന്ന്. സ്തോത്രം. വന്ന അതിഥി അങ്ങോട്ട് ചോദിക്കേണ്ടി വരുന്നു, ഇവിടെ മക്കളെല്ലാം ഉണ്ടോന്ന്. ആരെല്ലാം മറന്നാലും, ഹല്ലേലൂയ, ആരെല്ലാം മറന്നാൽ അവിടെ പറഞ്ഞ സന്ദേശം ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് തുടിക്കുകയാണ്. ശമൂവേൽ പറഞ്ഞു, അവൻ വന്നിട്ടല്ല, ദൈവശബ്ദമാ, അവൻ വന്നിട്ടല്ലാതെ നമ്മളിവിടെ എന്ത് ചെയ്യത്തില്ല, പന്തി ഇരിക്കത്തില്ല. സാമ്പാറും ചോറും മോരും കറിയും വഴക്കത്തോരനൊക്കെ റെഡിയാ. പക്ഷെ ഇത് വിളമ്പണമെങ്കിൽ ആര് വരണം, എപ്പോൾ വരാമെന്ന് അറിയത്തില്ലല്ലോ. ഇന്നത്തെ പോലെ അല്ലല്ലോ, ടാക്സി വിളിച്ച് വരാൻ പറ്റത്തില്ലല്ലോ, വണ്ടി പോകാനില്ലല്ലോ, അല്ലെ കാട്ടിൽ ഏത് കാട്ടിലാന്ന് അറിയത്തില്ലല്ലോ. എത്ര പഴകിയാലും പ്രശ്നമില്ല, ആരും അവിടെ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടില്ലേലും പ്രശ്നമില്ല, അവൻ വരാതെ ഞാൻ പന്തിക്കിരിക്കത്തില്ല. പോയി വിളിക്കാൻ പറഞ്ഞു. ആ സന്ദർഭമാണ്. പോയി തിടുക്കത്തോടെ അവനെ കണ്ടുപിടിച്ചു വിളിച്ച് ആ വിയർത്തൊലിക്കുന്ന കവണയും അല്ലെങ്കിൽ വസ്ത്രവും കവണയും കല്ലും അല്ലെങ്കിൽ ഇടയ സഞ്ചിയും പൊക്കണമൊക്കെ ആയിട്ട് കയറി വരുന്ന വരവിന ഒരുങ്ങാനൊന്നും നേരം കിട്ടിയില്ലെന്നേ. സ്തോത്രമില്ല. കാട്ടിൽ ഒരുങ്ങിയവർക്ക് വീട്ടിൽ ഒരുങ്ങിയിരിക്കാം. വിശദീകരിക്കാം. അമലിയ വരുന്ന വരവിന് അവനെയും കൊണ്ട് ഇതാ യഹോവയുടെ അഭിഷിക്തൻ എന്ന് പറഞ്ഞ് അവനെ അഭിഷേകം ചെയ്തു.
ആ ദാവീദ് അല്ലെങ്കിൽ മാറി മൂലക്കിരുന്നിട്ട് ഒരു കൊച്ചു തുണ്ട് പേപ്പർ എടുത്ത് ഒരു പേനയും പെൻസിലും കയ്യിലെടുത്തിട്ട് മുറിക്കുള്ളിലോട്ട് ഓടിപ്പോയി കുത്തിയിരുന്ന് എഴുതിയ വാക്യമാണ് 27 സങ്കീർത്തനം 10 വാക്യം. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. 40 സങ്കീർത്തനം 1 വാക്യം. ദാവീദിനോട് ഞാൻ പലപ്പോഴും ചോദിച്ചു, കുഞ്ഞെ ഈ സങ്കീർത്തനം നീ എന്തിനാ എഴുതിയത്? ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. നിനക്ക് മടുപ്പൊന്നും തോന്നുന്നില്ല ഇങ്ങനെ കാത്തിരിക്കാൻ? ഞങ്ങൾക്ക് 12:30 കഴിയുമ്പോൾ ശ്വാസം മുട്ടുമല്ലോ. എൻ്റെ കൂട്ടത്തിലുണ്ടേ. പ്രസംഗം 10 മിനിറ്റ് നീണ്ടുപോയാൽ, പ്രാർത്ഥന 10 മിനിറ്റ് മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യും? മടുപ്പുണ്ടാകും. ഹല്ലേലൂയ. നമ്മളങ്ങനല്ലീയ. നമ്മുടെയൊക്കെ ചർച്ചുകളിലൊക്കെ എത്ര ക്ലോക്കാണ് വെച്ചിരിക്കുന്നത്? എന്തിനാ? വിശ്വാസികൾക്കെല്ലാം സമയം നോക്കാൻ വേണ്ടിയാ ക്ലോക്ക് എന്ന് വെച്ചിരിക്കുക. വലിയ വലിയ ക്ലോക്കുകൾ ഇപ്പോൾ വന്ന് വലിയ ക്ലോക്കുകളാണ്. എല്ലാവർക്കും ബോറടിക്കും. പക്ഷെ നിനക്കിങ്ങനെ ദൈവത്തെ കാത്തിരുന്ന മടുപ്പ് വരത്തില്ലേ? എന്നോട് പറഞ്ഞു, ദൈവദാസിനെ എനിക്ക് മടുപ്പ് വരാത്തിനൊരു കാരണമുണ്ട്. കാത്തിരുന്നാലും മുഷിയത്തില്ല. കാരണം ഒരിക്കൽ ഞാൻ വരാൻ വേണ്ടി എൻ്റെ ദൈവം കാത്തിരുന്നായിരുന്നു. അവൻ വന്നിട്ടല്ലാതെ എൻ്റെ അപ്പന് സമയമില്ല, എൻ്റെ അമ്മയ്ക്ക് സമയമില്ല. വന്ന പ്രവാചകനും ധൃതിയാ, വന്ന വീട്ടുകാർക്കും ധൃതിയാ, എൻ്റെ സഹോദരന്മാർക്ക് സമയമില്ല. പക്ഷെ എൻ്റെ ദൈവം അന്ന് രാവിലെ എൻ്റെ വീട്ടിൽ പറഞ്ഞു, അവൻ വന്നിട്ടല്ലാതെ എനിക്ക് വേണ്ടി കാത്തിരുന്നൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി എത്ര ദിവസം കാത്തിരിക്കുവാൻ ഞാൻ ഇന്ന് പകൽക്കാലം ഒരുക്കുമാ? ആത്മാവിൽ പറയാൻ പറ്റുമോ? നഷ്ടപ്പെട്ടു പോയി എനിക്ക് വേണ്ടി, പാപത്തിന്റെ ചെളിക്കുടിയിലായിരുന്നു എനിക്ക് വേണ്ടി, ലോകമോഹത്തിൽ നടന്ന, ദൈവമില്ലാത്തവനായി, ഏതുമില്ലാത്തവനായി, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ, വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യനായി, അതിക്രമങ്ങളാൽ പാപങ്ങളാൽ മരിച്ച് ലോകത്തിൽ ഞാൻ അലഞ്ഞു നടന്ന എന്നെ എനിക്ക് വേണ്ടി കാത്തിരുന്നൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി 21 അല്ല, 7 അല്ല, 40 അല്ല, ഒരു ആയുസ് മുഴുവൻ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കണം ദൈവമക്കളെ. ആ ദാവീദ് ഒരാടിനെ കളഞ്ഞിട്ട് വന്നാലോ? അതാ ഞാൻ പറഞ്ഞത്. അല്ല, അപ്പൻ്റെ ആടെന്ന് പറയുന്നതിൻ്റെ കാരണം വീട്ടിലെ ആഘോഷത്തിന് ഒഴിവാക്കി നിർത്തിയവൻ, വീട്ടിലെ മുഖ്യ വിഷയങ്ങളുണ്ടാകുമ്പോൾ മാറ്റി നിർത്തിയവൻ ഒരാടിനെ നഷ്ടപ്പെടുത്തിയിട്ട് വന്നാൽ അതിനും കണക്ക് കൊടുക്കേണ്ടി വരും. ഈ സിംഹം കാട്ടിൽ ചാടി വീണത് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്വത്തിൽ പോലും നിനക്ക് പ്രാപ്തിയില്ല എന്ന് തെളിയിക്കുവാൻ ചാടി വീണ സിംഹത്തെയാണ് ദാവീദ് വലിച്ചു കയറിയത് വിശ്വാസത്താൽ. ഞാൻ മുന്നോട്ട് പോകുന്നു വേഗം. അപ്പൊ ദൈവം പറഞ്ഞാലല്ല, മനുഷ്യൻ പുറമേ ഉള്ളതാ നോക്കുന്നത്. ദാവീദ് എന്തുകൊണ്ട് ആ സിംഹത്തെ കീറുവാൻ പ്രാപ്തനായി മാറി? നാം അറിയാത്തൊരു ചരിത്രം ദാവീദിനുണ്ട്. നാം കാണുന്ന ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുന്ന ദാവീദാണ്. നാം കാണുന്ന ദാവീദ് സങ്കീർത്തനങ്ങൾ എഴുതിയ ദാവീദാണ്. നാം കാണുന്ന ദാവീദ് ഇസ്രായേലിന്റെ 40 വർഷം രാജാവായിരുന്ന ദാവീദാണ്. നമുക്കറിയാവുന്ന ദാവീദ്. എന്നാൽ നാം അറിയാത്തൊരു ദാവീദ് കാട്ടിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ സഭാ ഹാളിലെ എൻ്റെ പെർഫോമൻസ് അല്ല ദൈവത്തിന് വേണ്ടത്. ഹൗ യു ബിഹേവ് ഇൻ യുവർ ലോൺലി ലൈഫ്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ ആരാണെന്ന് ഇന്ന് പകൽ ഇവിടെ വെളിപ്പെടണം. ഇഫ് യു വാണ്ട് ടു ടീർ ദ ലയൺ ഇൻ ടു പീസസ്, പിശാചിനെ കീറിക്കളയണമെങ്കിൽ വിശുദ്ധ ജീവിതമുള്ളവന് മാത്രമേ ഹല്ലേലൂയ പിശാചിന് മേൽ ജയമുണ്ടാകത്തുള്ളൂ. ഞാൻ എടുക്കുന്ന ഒച്ചയല്ല, നമ്മൾ ശാസിക്കുന്ന ശാസനയല്ല, വിശുദ്ധിയുടെ പുറത്ത് നിന്നുകൊണ്ട് വിശുദ്ധി. ഇഫ് യു ആർ സാച്ചുറേറ്റഡ് ബൈ ദ സാങ്ക്ടിറ്റി ഓഫ് ഗാഡ്, ദൈവത്തിന്റെ വിശുദ്ധിയുടെ മർമ്മത്തിനകത്ത് നിൽക്കുന്നവന് മാത്രമേ അശുദ്ധനെ ജയിക്കുവാൻ കഴിയത്തുള്ളൂ. അതൊന്ന് വായിച്ച് വ്യാഖ്യാനിച്ച് സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കാൻ നമുക്ക് പോകാം. 16-ാം അധ്യായം, 1 ശമൂവേൽ 16-ാം അധ്യായം. ദാവീദിന്റെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ്. 1 ശമൂവേൽ ചാപ്റ്റർ 16 വേഴ്സ് 18. അതിൽ 6 കാര്യങ്ങൾ നമുക്കിന്ന് രാവിലെ ധ്യാനിക്കണം. 1 ശമൂവേൽ 16-ന്റെ 18-ാം വാക്യം. ഒരു മിനിറ്റ് ഒന്നോ. 1 ശമൂവേൽ 16-ന്റെ 18 വായിക്കുന്നത്. ഇശ്ശായിയുടെ മക്കളിൽ ഒരുവനെ ഞാൻ കണ്ടിട്ടുണ്ട്. 6 കാര്യങ്ങൾ നിങ്ങൾ അടിവര ഇട്ടോടം, പുസ്തകത്തിൽ വരച്ചില്ലെങ്കിലും മനസ്സിലെങ്കിലും കോറി ഇട്ടോടം. നമ്മൾ ഇതൊന്ന് വ്യാഖ്യാനിക്കാൻ പോവുകയാണ്. These are the six qualifications of David. Hallelujah. Even before he displays himself, hallelujah, before the people of God. ദൈവമക്കളുടെ മുമ്പാകെ തെളിവാകുന്നതിന് മുമ്പ് ഇശ്ശായിയുടെ മക്കളിൽ ഒരുത്തരുണ്ടായിരുന്ന 6 ഗുണങ്ങൾ. 1, അവൻ ആരായിരുന്നു? He was skillful in playing the harp. കിന്നര വായനയിൽ അവൻ നിപുണനായിരുന്നു. 2, പരാക്രമശാലിയാണ്, യോദ്ധാവാണ്, വാക്ചാതുര്യമുള്ളവനാണ്, കോമളനാണ്. 6, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഈ 6 ഗുണങ്ങൾ ആത്മമണ്ഡലത്തിൽ, ആത്മസഭയിൽ, വ്യക്തികളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ
ഒരു സിംഹവും നിങ്ങൾക്ക് നേരെ അലറിയാൽ നിങ്ങൾ ഭയപ്പെടത്തില്ല. സ്തോത്രമല്ലേ. ഗോലിയാത്തിനെ കൊല്ലുമ്പോഴല്ല ഒക്കെ നമ്മൾ ആൾക്കാരൊക്കെ അറിയും, കൊല്ലുന്നതും തലവെട്ടുന്നതും ഒക്കെ. പക്ഷെ ദൈവമക്കളെ, സ്റ്റേജിൽ നിൽക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു രഹസ്യ ജീവിതമുണ്ട്. ഇവിടെ ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരാണെന്ന്, അതാണ് ദൈവം പറഞ്ഞത്. മനുഷ്യൻ പുറമെയുള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. സ്തോത്രം. പിന്നീട് പാപം ചെയ്ത് പാപം ഏറ്റുപറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ 51-ാം സങ്കീർത്തനത്തിൽ ഇതേ വാചകം ആവർത്തിച്ച് ദാവീദ് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അന്തരംഗത്തിലെ സത്യമല്ലോ, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം കഴിപ്പിക്കണമേ. എൻ്റെ ഹൃദയം ഇപ്പോൾ കപടമായതുകൊണ്ട് 51:9-10-11 കർത്താവെ, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ലോർഡ്. കർത്താവെ, എനിക്ക് വ്യഭിചാരമുള്ള ഹൃദയം വേണ്ട, എനിക്ക് കോപമുള്ള ഹൃദയം വേണ്ട. ദേവദാസൻ ഓർപ്പിച്ചു, എനിക്ക് വക്രതയുള്ള, ചതിവുള്ള, വഞ്ചനയുള്ള, അസൂയുള്ള, പകയുള്ള, പിണക്കമുള്ള, ജാരശങ്കയുള്ള ഹൃദയം എനിക്ക് വേണ്ട. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് എൻ്റെ അകത്തൊരു സ്ഥിരമായ ഒരു സ്റ്റെഡ് ഫാസ്റ്റ് സ്പിരിറ്റിനെ, സഭായോഗത്തിന് വരുമ്പോൾ കൈയടിക്കുന്ന ആത്മാവ് മാത്രമല്ല, സഭായം കഴിഞ്ഞ് പുറത്തിറങ്ങി ഭാര്യയോട് സംസാരിക്കുമ്പോൾ, ഭർത്താവിനോട് ഇടപെടുമ്പോൾ, കുഞ്ഞുങ്ങളോട് ഇടപെടുമ്പോൾ എൻ്റെ ടെമ്പർ വിട്ടുപോകാത്ത ഒരു ടെമ്പറേറ്റ് സ്പിരിറ്റ് കർത്താവേ എനിക്ക് തരണമേ. അങ്ങനെ തരണം കർത്താവേ. വേണമെങ്കിൽ എൻ്റെ സിംഹാസനം എടുത്തു മാറ്റിക്കോ, എൻ്റെ ചെങ്കോല് പിടിച്ചു പറിച്ചോ, എൻ്റെ രാജവസ്ത്രം പോയിക്കൊള്ളട്ടെ, എനിക്കുള്ള സമ്പത്ത് മുഴുവൻ നഷ്ടമായി പോകട്ടെ, പക്ഷേ നിന്റെ പരിശുദ്ധാത്മാവിനെ എങ്കിൽ നിന്ന് എടുക്കരുത്. എത്ര പേര് ഇന്ന് പകൽ അങ്ങനെ പ്രാർത്ഥിക്കും? എല്ലാം വന്നാലും, എന്തെല്ലാം നഷ്ടം വന്നാലും, എല്ലാം ചവറെന്ന് ഞാൻ എണ്ണുകയാ, പക്ഷേ ഡു നെവർ എവർ ടേക്ക് ദ ഹോളി സ്പിരിറ്റ് ഫ്രം മീ. കർത്താവേ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതെന്ന് എത്ര പേര് കരഞ്ഞു പ്രാർത്ഥിക്കും? എൻ്റെ കുഞ്ഞിന് കർത്താവ് എല്ലാം നഷ്ടപ്പെട്ടാലും, കർത്താവ് എനിക്ക് എന്തെല്ലാം നഷ്ടം വന്നാലും, ഇന്ന് പകൽ പ്രാപിച്ച ദൈവകൃപ എന്നെ വിട്ടു പോകല്ലേ. പരിശുദ്ധാത്മാവ് എന്നെ വിട്ടു പോകരുത്. എൻ്റെ സ്വഭാവം നിമിത്തം ആത്മാവ് ദുഃഖിക്കരുത്. എൻ്റെ ജീവിതം നിമിത്തം ദൈവസഭയ്ക്ക് അപമാനം വരുത്തരുത് എന്ന് പ്രാർത്ഥിക്കാൻ ചിലരൊക്കെ തയ്യാറായിക്കാട്ട്. ഹല്ലേലൂയ. ഒന്ന് ദാവീദിനെ കുറിച്ച് പറയുകയാണ്, he was skillful in playing the harp. കിന്നര വായനയിൽ നമ്മുടെ സാമർത്ഥ്യം തെളിയിക്കേണ്ടത് ആരാധിക്കുന്നതിലാ ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. കിന്നര വായനയിൽ അവൻ നിപുണനായിരുന്നു. ഈ 4-6 എത്ര ഉണ്ട് ഈ വള്ളിക്ക് ഗിത്താറിന്? ഇവിടുത്തെ ഗിത്താറിന് 6 വള്ളി, ബേസിന് ചില 4 ഉണ്ട്, 5 ഒക്കെ 6 ഉണ്ട്. എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ആകെ ഈ പാറപ്പുറത്തിട്ട് വരയ്ക്കുന്ന എൻ്റെ പാട്ട് പാടറിയാം, പഴയ പാട്ട് അമ്മ പഠിപ്പിച്ച അതൊക്കെ അറിയത്തുള്ളൂ. പക്ഷേ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വായിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ പാട്. ഈ 10-38 കമ്പി ഉണ്ടെന്നാണ് പറയുന്നത് കിന്നരത്തിന്, ഹാർപ്പിന്. 18 തൊട്ട് 36 വരെ കമ്പി ഉള്ളതാണ് പഴയ കാലത്തെ ഹാർപ്പ്. ഇതെല്ലാം ഇരുന്ന് ആര് വായിക്കുമായിരുന്നു? കൂടുതലും വായിച്ചിരുന്ന കാട്ടിലാണ്. കിന്നര വായനയിൽ അവൻ നിപുണനായിരുന്നു. ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഗീതങ്ങളായിരുന്നു അവൻ്റെ കിന്നരത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരുന്നത്. അതിനൊരു വിശേഷതയുണ്ട്. നമ്മൾ അടുത്ത അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഇത് പാടിയാൽ എന്തളകും? ഭൂതം ഇളകും. സ്തോത്രം. ഇന്ന് പലരും പാടിയ ഭൂതം കയറും. നല്ല പാട്ടുകാട് നമ്മുടെ സുഹൃത്താ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് KP രാജൻ, നല്ല ദൈവദാസനാ. സ്തോത്രമല്ലേ. നമ്മൾ ദൈവമക്കളെ പാട്ട് പാടുന്നത് ഭൂതം ഇളക്കാനാ, ഭൂതം വലിച്ചു കയറ്റാനല്ല. ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിഗാനങ്ങൾ പാടണം. ഇന്നത്തെ എത്ര പാട്ടുണ്ട്? ഹല്ലേലൂയ. മോശവത്സലം ചത്തതിന് ശേഷം ആരെഴുതിയിട്ടുണ്ട്? ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ ഒരു പഴയ പാട്ടുകളൊക്കെ. അല്ലെങ്കിൽ നാഗസായിപ്പ് അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് എഴുതി, ഹല്ലേലൂയ, ആകെ അല്പം നേരം മാത്രം എൻ്റെ യാത്ര തീരാൻ വേണ്ടി 33-ാമത്തെ വയസ്സിൽ പുള്ളി തീരുകയും ചെയ്തു. നമുക്ക് പിന്നെ ഒരു മരണത്തിൻ്റെ പാട്ടല്ല അത്, പേടിക്കൊന്നും വേണ്ട, നമ്മളങ്ങനെ ആക്കിയെടുത്തതാ കേട്ടെ. മരണത്തിനും ശവസംസ്കാരത്തിനും പാടുന്ന നിങ്ങൾ ആ സിയോൻ ഗീതാവലി തുറന്നു നോക്കിയിട്ട് ആകെ 13 പാട്ടേ ഉള്ളൂ. ആകെ 13 പാട്ടേ ഉള്ളൂ. പക്ഷേ അതിനപ്പുറത്തോട്ട് മുന്നോട്ടങ്ങോട്ട് പോയി കഴിഞ്ഞാലല്ലേ അനുഗ്രഹീതങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, ഇന്നും എഴുതിക്കൊണ്ടിരിക്കുക. ശലോമോൻ പറഞ്ഞ നിനക്ക് പുസ്തകം എഴുതുന്നതിന് ഒരു അന്തമില്ല. അല്ലെ, ഒരു പാട്ടൊക്കെ എഴുതുന്നത് നല്ലതാ, പക്ഷെ നമ്മുടെ പാട്ടുകൾ നിത്യതയുമായി കണക്ട് ചെയ്യാത്ത ഒരു പാട്ടല്ല. ദൈവത്തെ ഉയർത്താത്ത, ഈ മണ്ണിൽ നിങ്ങളെ കെട്ടിയിടുന്നതാണ് നിങ്ങളുടെ ആരാധനയെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം തെറ്റി. ഒരു ഭക്തന്റെ കണ്ണുകൾ ഇകത്തിയെന്നെടുത്ത് പരത്തിലേക്ക് ഉയർത്തണം. If you have the glimpse of the heaven, you will never ever shatter in your hope. ദൈവരാജ്യത്തെക്കുറിച്ച് ഒരു ദർശനം, കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ പറയും ഞാൻ പരദേശിയാന്ന് പറയും. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം വീട് വെക്കലെന്നല്ല. ഹല്ലേലൂയ. മാൻഷനിൽ താമസിക്കുമ്പോഴും അകത്ത് ഞാൻ ആരാന്ന് പറയും. വീട് പണിതിട്ട് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനക്കാരൻ 159-ാം 119-ന്റെ 54-ാം വാക്യം, ഞാൻ പരദേശിയായി പാർക്കുന്ന ഈ വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ
ഇവിടെ എനിക്കൊരു ചട്ടമുണ്ട്. ആ ചട്ടം എന്ന് പറയുന്നത് പട്ടാള ചിട്ടയല്ല, നിന്റെ ചട്ടങ്ങൾ എൻ്റെ പാട്ടാണ്. ഇവിടെ ഞാൻ പാർക്കുന്നു, നല്ല വീടാണ്, അറ്റാച്ച്ഡ് ബാത്റൂം എല്ലായിടത്തും ഉണ്ട്, ലിവിങ് റൂം സ്പേഷ്യസ് ആണ്, കിച്ചൺ നല്ലതാണ്, ഓൾ ദ അമ്യൂണിറ്റീസ് ആർ വെരി ഗുഡ്, ഫാൻസീസ് ആൻഡ് ഫാൻറ്റസി എല്ലാം എനിക്ക് നല്ലതാണ്. ബട്ട് ഐ എം ഓൾവേസ് എ പിൽഗ്രിം ഇൻ ദിസ് ഹൗസ്. ഇവിടെ ഞാനൊരു പരദേശിയാണ്. അബ്രഹാം എന്താ ബഹുസമ്പന്നനല്ലായിരുന്നു. 1000 പേര് വീട്ടിലുണ്ടായിരുന്നു, ജോലിക്കാർ തന്നെ. 318 അഭ്യാസികൾ. എങ്ങനത്തെ അഭ്യാസികളാണ്? ഇവിടെ പോയി ലാ ഫിറ്റ്നസ്സിൽ പോയി കാണിക്കുന്ന ഈ കസരത്തൊന്നുമല്ല, യുദ്ധം ചെയ്യുന്ന അഭ്യാസികളാണ്. മറ്റുമാരെ എന്തതിനുള്ളല്ലേ ഈ അഭ്യാസങ്ങളാണ്, അതും വീട്ടിൽ ജനിച്ച അഭ്യാസികൾ. അപ്പോൾ ആരൊക്കെയുണ്ട്? അപ്പനും അമ്മയും ഉണ്ട്. ഇന്നത്തെ പോലെ 1.5 പിള്ളേരാണോ? അപ്പോൾ ഇവരുടെ സഹോദരങ്ങളൊക്കെ ഉണ്ട്. ഒരു പഞ്ചായത്ത് മുഴുവൻ ഉണ്ട് ആരുടെ വീട്ടിൽ? അബ്രഹാമിൻ്റെ വീട്ടിൽ. ഇത്രയും പേര് ആഹാരം കഴിക്കുന്ന വീട് ആരുടെ വീട്? എന്തൊരു നാട്ടിലാണ്, ബഹുസമ്പന്നനായിരുന്നല്ലേ പറയുന്നത്. ദൈവം കൊടുത്ത ദാനങ്ങൾ എത്ര വലുതാണ്. പക്ഷേ അബ്രഹാമിന്റെ കണ്ണ് മൊത്തം ഉടക്കിയിരുന്നത് ആടും മാടുകളിലല്ല, സ്വർണം വെള്ളി സമ്പത്തിലല്ല. അബീമേലേക്ക് വീടിന്റെ മുമ്പിൽ വന്ന് പറയുന്നു, പ്രൈസ് ദി ലോർഡ്, നിന്നെപ്പോലൊരു പ്രഭുവിനെ ഈ ലോകത്തിലെങ്ങും കണ്ടിട്ടില്ല, നീ ഒരു പ്രഭുവാകും പറഞ്ഞുകൊണ്ട് അബീമേലേക്കും പീക്കോലും മുന്നിൽ ഇങ്ങനെ തലവണക്കി നിൽക്കുക. പക്ഷേ അബ്രഹാം പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് പാർക്കുന്ന ഒരു പരദേശിയാകും. അതുകൊണ്ട് എബ്രായർ 11:9 തൊട്ട് താഴോട്ട് അബ്രഹാമിനെ കുറിച്ച് വിളിച്ചു പറയുന്നു. അബ്രഹാം ഹല്ലേലൂയ തൻ്റെ മകനായ യാക്കോബിനോടും ഇസഹാക്കിനോടും 15 വയസ്സ് പ്രായമുള്ള യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്നു. ദൂരത്തുനിന്ന് കണ്ടുകൊണ്ട് അതിനെ എംബ്രൈസ് ചെയ്തു. അതുകൊണ്ട് ദൈവം അവൻ്റെ ദൈവമെന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല. പാർക്കുന്ന ഏത് വീടിന്റെ വലുപ്പമല്ല കണ്ണുടക്കി നിൽക്കേണ്ടത്, നിത്യതയിലായിരിക്കണം. സ്തോത്രം. ആരാധന ദൈവമക്കളുടെ ഭാഗമായി മാറണം. ഹല്ലേലൂയ. വർഷിപ്പ് എന്ന് പറയുന്നത് ഒച്ച മാത്രമല്ല, അതിനകത്തുണ്ട്. ആരാധന വെളിപ്പെടുമ്പോൾ കൈയടിക്കും, കൈ കൊട്ടും, ചാടും, എഴുന്നേൽക്കും, ഓടും, എല്ലാം ചെയ്യും. ആരാധന നാം വായിച്ചല്ലോ, ജീവിത വിശുദ്ധി ആരാധന. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും പ്രസാദവും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. കത്തിയെരിയാത്ത ഒരു ജഡവും യാഗത്തിന് കൊള്ളത്തില്ല. ഏലിയുടെ മക്കൾ മുപ്പല്ലി കൊണ്ട് മാംസം പറിച്ചെടുത്ത പോലെ സഭായോഗത്തിന് വന്നിട്ട് എല്ലാം വിട്ടുകൊടുക്കാതെ എനിക്ക് വേണ്ടത് പിടിച്ചു പറിച്ചുകൊണ്ട് നാം പലപ്പോഴും മടങ്ങിപ്പോകാറില്ലേ? പല വാക്കും ഇന്ന് വരെയും ഹല്ലേലൂയ വിട്ടുകൊടുത്തിട്ടില്ല, പല സ്വഭാവങ്ങളും വിട്ടുകൊടുത്തിട്ടില്ല. ചത്ത ഹല്ലേലൂയ ജീവിതത്തിനകത്ത് പകുതി ചത്ര എത്രയോ അനുഭവങ്ങൾ എനിക്കുണ്ട്. ഇന്ന് പകൽ പ്രാർത്ഥിച്ചാട്ട് ഞാനൊരു ആരാധനയിൽ കേമനായി മാറണം. ആരാധന എന്ന വാക്ക് കൊണ്ട് ഇതിന് അർത്ഥമാക്കുന്നത് അർപ്പിക്കപ്പെട്ടവനായി മാറണം. അലറുന്ന സിംഹത്തിന്റെ മുമ്പാകെ പിടിച്ചു നിൽക്കണമോ? സിംഹം നിന്നെ കടിച്ചു കീറുവാൻ, കുടുംബം കടിച്ചു തീറുവാൻ അലറി വീഴുമ്പോൾ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ദൂത് പറയുന്നു, ഹല്ലേലൂയ, സമർപ്പിക്കപ്പെടാത്ത ഒരു ശരീരത്തിനും ദൈവത്തിന്റെ മുമ്പാകെ യാഗമാകാൻ കഴിയത്തില്ല. എനിക്കല്പം എന്ന് പറഞ്ഞ് എന്തെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ കൂടെ ഈ എൻ കൈകളെ സമർപ്പിക്കുന്നേ. കാണട്ടെ എൻ കണ്ണുകൾ, ഓടട്ടെ എൻ കാലുകൾ, കേൾക്കട്ടെ എൻ ചെവികൾ, ഒക്കെ ദൈവനാമ മഹത്വത്തിനായി. ഇന്ന് പകൽക്കന ടോട്ടൽ ആൻഡ് അബ്സല്യൂട്ട് സറണ്ടർ ബിഫോർ ദ ലോർഡ്. ഇന്ന് രാവിലെ ഒരു സമർപ്പണത്തിന്റെ പകലായി മാറണം. ആരാധന എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ കൊണ്ടുവരിക. ഒരു മൃഗത്തെ കൊണ്ടുവരുന്നു, ലേവ്യർ അതിന് തൊലി പൊളിക്കുന്നു, ഹല്ലേലൂയ പുരോഹിതന്മാർ കത്തിയെടുത്ത് ഹല്ലേലൂയ ഉച്ചി മുതൽ പെരുവിരൽ വരെ കണ്ണം കഷണമായി മുറിക്കുന്നു, യാഗപീഠത്തിൽ വെക്കുന്നു, ആഴി കൂട്ടുന്നു, അഗ്നിയിൽ ജല്യ അത് വെന്ത് ചാരമായി മാറണം. ഇന്ന് പകൽ ഇത് മാറാത്തടത്തോളം കാലം നമ്മൾ ആരാധനയിൽ മിടുക്കന്മാരായിട്ടില്ല. ഞാൻ കുറച്ച് പാട്ടുപാടി സ്തോത്രം, മൈക്കിക്കൂടെ ഒച്ച വെച്ചു സ്തോത്രം, എല്ലാവരും കേട്ടു, സന്തോഷം. പക്ഷേ ആരാധനയിൽ പ്രാഗൽഭ്യമുള്ളവരായി മാറണമെങ്കിൽ അർപ്പണത്തിൽ പൂർണ്ണരായി മാറണം. ദാവീദ് ആരാധനയിൽ കേമനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 2 ശമൂവേലിന്റെ പുസ്തകം വായിക്കേണ്ട 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ ഓബേദെദോമിന്റെ വീട്ടിൽ നിന്ന് പെട്ടകം എടുത്തുകൊണ്ട് വരുന്ന ഉടനെ ദാവീദ് എന്ത് ചെയ്തു? ഹല്ലേലൂയ വസ്ത്രം അങ്ങോട്ട് മാറി, രാജവസ്ത്രം അങ്ങോട്ട് മാറ്റി വെച്ചു, തലയിലെ കിരീടം അങ്ങോട്ട് താഴെ വെച്ചു, ചെങ്കോലും മാറ്റി വെച്ചിട്ട് ഒരു രട്ടുടുത്തുകൊണ്ട് സ്തോത്രം, അല്ലെങ്കിൽ അവിടെ വായിക്കുന്നത് ഹല്ലേലൂയ പഞ്ഞിനൂലങ്കി ധരിച്ചിട്ട് പെട്ടകത്തിന്റെ മുമ്പിൽ കിടന്നുകൊണ്ട് ചാടി. ദിസ് ഈസ് എ റിയൽ വർഷിപ്പ്. സ്വർഗത്തിൽ ചെന്നാലും അവിടെ മൂപ്പന്മാർക്ക് ഇതേ ഉള്ളു ജോലി. ഇതാ പിന്നെ ഞാൻ എപ്പോഴും ചോദിക്കുമ്പോൾ എല്ലാ 5 മിനിറ്റും കിരീടം, പിന്നെ തല വെക്കുന്നതിന് എല്ലാ 5 മിനിറ്റിനും. ഇപ്പോൾ വന്നിട്ട് ഞാൻ പറയുകയാണ്, ഓരോ 2 മിനിറ്റ് നിങ്ങൾ എഴുന്നേറ്റ് ഒന്ന് വർഷിപ്പ് ചെയ്ത് പിന്നെ 2 മിനിറ്റ് കഴിയുമ്പം ഇരുന്നിട്ട് പിന്നെ എഴുന്നേറ്റ്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഭാഷ ഞങ്ങൾ അവസാനം വരെ കൂട്ടത്തിലങ്ങ് നിൽക്കാം. മൂപ്പന്മാർ മുഴുവൻ എന്ത് ചെയ്യുക? കിരീടങ്ങൾ. നമ്മുടെ നിലയും നിലവാരവും തലക്കനും ഒന്നും താഴ്ത്തി വെക്കാതെ ആരാധന വെളിപ്പെടത്തില്ല. അത് കുഞ്ഞാടിൻ്റെ മുമ്പിൽ കുരിശിൻ്റെ ചുവട്ടിലാണെങ്കിലും ഇഹത്തിലാണെങ്കിലും പരത്തിലാണെങ്കിലും ആരാധനയ്ക്ക് ഒറ്റ അർത്ഥമേ ഉള്ളൂ, സ്വയം സമർപ്പിക്കണം.
എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ അതും കൂടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കാത്തവന് ആരാധനയുടെ 4 വശങ്ങൾ. ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ തീരത്തില്ല അച്ഛാ. ഞാൻ ആരാധന അച്ഛൻ പറഞ്ഞു പൊക്കോളാം, വീട്ടിൽ പൊക്കോളാണ് പറഞ്ഞ് സമയം പൊക്കോളൊക്കെ. ആരാധനയുടെ 4 വശങ്ങളാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്തോത്രമല്ലിയ അവിടെ 4 ജീവികളെ കാണുന്നുണ്ട്. 24 മൂപ്പന്മാരും വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിൽ അല്ലെങ്കിൽ സ്വർഗീയ ആരാധനയുടെ 6-ാം അധ്യായം തൊട്ട് അല്ലെങ്കിൽ മഹോദ്രവത്തിൻ്റെ കാലം നമ്മളിവിടെ ഒന്നും ഇല്ലല്ലോ, അതിന് പേടിക്കൊന്നും വേണ്ട. പേരിവിടെ ഉണ്ടേ? അന്നല്ല, ഇന്ന്. ഓക്കെ, ഇവിടെ പറയുകയാണ് ആരാധനയുടെ 4 അല്ലെങ്കിൽ വിഷൻസ് അവിടെ കാണുന്നുണ്ട്. 4 ജീവികൾ. അവയ്ക്ക് ഒന്ന് അല്ലെങ്കിൽ മുൻപുറത്ത് കണ്ണുണ്ട്, പ്രൈസ് കൊടല്ലിയ. പിൻപുറത്ത് കണ്ണുണ്ട്, ഇരുവശത്തും കണ്ണുണ്ട്, അകത്തും കണ്ണുണ്ട്. ദിസ് ഈസ് ദ റിയൽ അല്ലെങ്കിൽ വിഷൻ ഓഫ് എ ട്രൂ വർഷിപ്പ്. ഒരു യഥാർത്ഥ ആരാധനയുടെ കാഴ്ചപ്പാടാണ്. ഒന്നല്ലെങ്കിൽ റെട്രോസ്പെക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ പിൻകാഴ്ച ഉണ്ടായിരിക്കണം. വന്ന വഴി മറക്കാത്തവനെ ദൈവത്തെ ആരാധിക്കാൻ പറ്റും. എവിടുന്ന് ഞാൻ തുടങ്ങിയത്? ആഴമുള്ള കുഴി കുഴഞ്ഞ് ചേറ്റിന്ന ദൈവം എന്നെ കയറ്റിയത്. ആ വന്ന വഴി മറക്കാത്തവർ. ദൈവദാസന്മാരുടെ സാക്ഷ്യം കേട്ടല്ലോ, വന്ന വഴി മറക്കാത്തത് കൊണ്ടാണ് പരിസരം മറന്ന് നമ്മളെ ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്നലെ ഞാൻ കിടന്നത് എൻ്റെ ചേറിൻ്റെ മണമായിരുന്നു. ഒരു യോഗ്യതയും എനിക്കില്ലായിരുന്നു. ഒരു രാജകുടുംബത്തിൽ പിറന്ന ഞാനല്ല, അയോഗ്യതയുടെ കൂമ്പാരം മാത്രമേ ഉള്ളൂ. എന്നെ രാജാവാക്കി, പുരോഹിതനാക്കി, വെളിച്ചത്തിലുള്ള ദൈവത്തിൻ്റെ അവകാശത്തിന് യോഗ്യനാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പാടാതിരിക്കും? നിൻ തിരുമേനി അറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയാ വാങ്ങിയതാ, നിൻ തിരുമേനി അറുക്കപ്പെട്ടു, നീരുതി വിലയായി വാങ്ങിയതാ. ആ ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർന്നുകൊണ്ട്, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ ചേർന്ന് പറ. ഓ ദയാലേ വിചോർന്ന സ്തുതിച്ചിടുവോ ആദിനോ ദയാലേ വിചോർന്ന സ്തുതിച്ചിടുവോ ആദിനം മാധുര്യ മക്കളെ, വന്ന വഴി മറക്കാത്തവർക്കേ ദൈവത്തെ ആരാധിക്കാൻ പറ്റൂ. പിൻപുറത്ത് നമുക്കൊരു കണ്ണു വേണം. ആരാധനയ്ക്ക് വരുന്നവന് വന്ന വഴി ഓർക്കണം. നടത്തി കൊണ്ടുവന്ന വിധങ്ങൾ നിന്നതല്ല, നിർത്തിയതാണെന്ന് ഓർക്കണം. 2 സ്തോത്രം ഹല്ലേലൂയ. അവനല്ലെങ്കിൽ ഇരുവശത്തും കണ്ണുണ്ട്. സർക്കംസ്പെക്റ്റ് എന്ന് പറയും. ചുറ്റുപാടുകളെ വീക്ഷിക്കണം. മറ്റുള്ളവരുമായി നിങ്ങൾ നോക്കേണ്ടത് അവർക്ക് കിട്ടിയത് എനിക്കില്ലോന്നല്ല, ദൈവം നിങ്ങളെ നടത്തിയ വഴികളൊന്ന് ഓർക്കണം. ചുറ്റുപാടുകൾ, പാപത്തിൻ്റെ അധീനതയിൽ നിന്നാണ് സ്വർഗം എന്നെ വിടുവിച്ചെടുത്തത്. ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണോടിച്ചാട്ടെ. സാഹചര്യങ്ങൾ ഇത്ര പ്രതികൂലമായിട്ടും ദൈവം എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നുവല്ലോ. നിൽക്കുവാൻ കഴിയാത്ത വിഷയങ്ങളാണ്. ഒരു കാല് ചവിട്ടുമ്പോൾ അടുത്ത കാല് താണുപോകുന്നു. രോഗം എന്നെ പിടിക്കുന്നു, ദേഹം ക്ഷയിക്കുന്നു, ആരാധനയ്ക്ക് വകുപ്പൊന്നും കാണുന്നില്ല. പക്ഷേ അതിൻ്റെ നടുവിലും എൻ്റെ ഉള്ളിൽ ബലം തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്ത് ചുറ്റുപാടുകളിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കണം. 3 we need to have an introspect. അകക്കാഴ്ച ഉണ്ടാകണം. ഉള്ളിലെ വിശുദ്ധി ആരാധന എന്ന് പറയുന്നത് അകത്ത മനുഷ്യന്റെ വലുപ്പമാണ്. ദൈവമക്കളെ, 3 നേരം കൃത്യമായി ആഹാരം കഴിച്ച് എത്ര നാളെ ജീവിക്കാൻ പറ്റും? ഇനി പറയും പാസ്റ്റർ ഞങ്ങൾ അത്രയും കഴിക്കാറ്. ഉപവാസൻ്റെ കാര്യമല്ല യോഗി, അല്ലാത്ത സമയത്ത് 1 നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗി, 4 നേരം കഴിക്കുന്നവൻ ദ്രോഹി, 5 നേരം എനിക്കറിയത്തില്ല എന്താണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു പേര് കണ്ടുപിടിച്ചാൽ. എന്നാലും നമ്മൾ ഇത്രയൊക്കെ നമ്മൾ ഈ അസുഖം മാറാൻ വേണ്ടി കഴിച്ച് നമുക്കിപ്പോൾ എന്തായി മാറി? അസുഖമായി മാറി അല്ലേ? ദൈവമേ മക്കളെ, ഞാൻ ഇന്നലെ പറഞ്ഞ ഞാൻ പാസ്റ്റർ വീട്ടിൽ തോമസ് പാസ്റ്റർ, ഞങ്ങളൊക്കെ പാസ്റ്റർ വീട്ടിലാണ് ജനിച്ചു വളർന്നത്. ഈ ചോറെന്നൊക്കെ പറയും നമ്മുടെ ആഡംബരമായിരുന്നൊരു കാലഘട്ടത്തിൽ. ഇന്നത് പറയും 1 സ്പൂണേ കഴിക്കാമെന്നൊക്കെ. എന്തൊരു കഷ്ടമായി പോയെന്ന് പറ അല്ലേ? പാലക്കാട് മട്ടയൊക്കെ കാണുമ്പോൾ ഇപ്പോഴും നമുക്ക് നാവിലൊക്കെ വെള്ളം ഊറാറുണ്ട്. പക്ഷേ ആരോ പറഞ്ഞ് വിലക്ക് ചിരിക്കാൻ നമുക്ക് അതിനെക്കാട്ടി ഇത്രയും വലിപ്പമുള്ള ചോറാണ് കഴിക്കുന്നത്. ടാബ്ലറ്റ് ഇത്രയൊക്കെ ഉണ്ട്, ഓരോ ടാബ്ലറ്റൊക്കെ. അതിനൊന്നും ഒരു കുറവുമില്ല. പറഞ്ഞു വരുന്നതിൻ്റെ സാധനം 3 നേരം കൃത്യമായിട്ട് ആഹാരം കഴിച്ചാൽ ഈ ശരീരം എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റും? ചുമ്മാ ഒന്ന് പറയുന്നത്, എന്തിനു പേടിക്കുന്നേ? മോശയുടെ ഭാഷ തന്നെ പറഞ്ഞു 70, പിന്നെ
എക്സ്റ്റൻഷൻ കൊടുത്ത് 80, പിന്നെ വേണേൽ മുന്നോട്ട് പോകും. പോയാൽ എന്താ? നിങ്ങൾ സഹിച്ചോണമെന്ന്. കഷ്ടവും പ്രയാസം. മോശ തന്നെ പറഞ്ഞു അതിന് കഷ്ടവും. പക്ഷെ മോശയോട് ദൂതമുണ്ട്, കുഞ്ഞെ നീ എഴുതി. ഇതിപ്പോൾ സങ്കീർത്തനമൊക്കെ പിന്നെ ആയിരിക്കും എഴുതി, അഹരോൻ്റെ ശവസംസ്കാര സമയത്തായിരിക്കും എഴുതി എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നത്, നമ്മളങ്ങ് വിശ്വസിക്കുന്നു. പക്ഷെ മോശയുടെ മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്നു, മിദ്യാനിൽ ആ പർവ്വതത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ മനുഷ്യൻ്റെ ആയുസ് 70, ഏറെ ആയാൽ 80. എൻ്റെ കഴിഞ്ഞു 80. ദൈവം പറഞ്ഞു നീ അങ്ങനെ പറഞ്ഞെങ്കിൽ ഒരു 40 കൂടെ ഞാൻ തരാൻ പോകുകയാണ്. ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടുന്നിടത്താണ് ദൈവം തുടങ്ങുന്നത്. ഹല്ലേലൂയ. When I said it's over, there God begins something for me. ഞാൻ കഴിഞ്ഞെന്ന് പറയുന്നിടത്ത് അടുത്തൊരു 40 എനിക്ക് ദൈവത്തിന് വേണ്ടി തന്ന് ഞാൻ അവസാനിപ്പിച്ചിടത്ത് പുതിയ ആരംഭം കുറിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അപ്പം അകക്കാഴ്ച നമുക്കുണ്ടായിരിക്കണം. ഈ അകത്തെ മനുഷ്യൻ പോഷിപ്പിക്കണം. ഞാൻ ചോദിക്കട്ടെ, 3 നേരം കൃത്യമായി ആഹാരം കൊടുത്ത് എല്ലാ വർഷവും കൃത്യമായി ബെൽ ബോഡി ചെക്കപ്പ് നടത്തി മരുന്നെല്ലാം കൃത്യമായി എടുത്ത് ഭക്ഷണം സമാസമയങ്ങളിൽ കഴിച്ചൊക്കെ വെയിൽ കൊള്ളാതെ കാറ്റ് കൊള്ളാതൊക്കെ നടന്നാലും മാക്സിമം ഗ്യാരണ്ടി എത്രയുള്ളതെന്നാണ് പറഞ്ഞേ? ഈ 80. ചിലർക്ക് നീട്ടി കിട്ടും, അല്ലെങ്കിൽ ചിലർക്ക് കുറച്ചേ കാണത്തില്ല, എന്തു ആയിക്കൊള്ളട്ടെ. പക്ഷെ ഇതിനകത്തൊരു മനുഷ്യനുണ്ട്. ഇത് 50 വർഷമല്ലെന്നേ, ഇത് 30 വർഷമല്ലെന്നേ, ഇത് 100 നൂറ്റാണ്ടുകളും അല്ലെന്നേ. നിത്യതയോളം ജീവിക്കേണ്ട അകത്ത മനുഷ്യൻ. 3 നേരത്തെ പോഷണം കൊണ്ട് 80 വർഷം ആയുസുള്ള പുറമേ മനുഷ്യന് വേണ്ടി നിങ്ങൾ ഇത്ര വ്യഗ്രതപ്പെടുമ്പോൾ നിത്യതയോളം ജീവിക്കുന്ന അകത്ത മനുഷ്യന് വേണ്ടി എന്ത് കൊടുത്തു? അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ട് സങ്കടം ബോധിപ്പിച്ച് കരയും. നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. ദിവസം 7 പ്രാവശ്യം ഞാൻ നിന്നെ സ്തുതിക്കുന്നതേ. 24 മണിക്കൂറും അകത്ത മനുഷ്യൻ ബലപ്പെടേണ്ടതിന് ഇന്ന് രാവിലെ ദൈവമക്കൾ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ, എങ്കിൽ ആരാധന വെളിപ്പെടും. 4-മത്തെ കാഴ്ചപ്പാടാണ് സ്തോത്രമല്ലേ, പ്രോസ്പെക്റ്റ്. മുന്നോട്ടൊരു കണ്ണ് വേണം നമുക്ക്, എങ്ങോട്ടാ പോകുന്നതെന്നറിയണം. എന്നാലേ കൈ കൊട്ടാൻ ഉത്സാഹം ഉണ്ടാകത്തുള്ളൂ. ജോലി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആവേശമാണ് എങ്ങോട്ട് വരാൻ വേണ്ടി, വീട്ടിലോട്ട് വരാൻ വേണ്ടി. സ്തോത്രമല്ലിയ. അത് കാരണം നിങ്ങൾക്കറിയാം നിങ്ങളെ കാത്തിരിക്കുന്ന നിങ്ങളുടെ കുടുംബനാഥ കുഞ്ഞുങ്ങളല്ല, നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീട്ടിലോട്ട് വരാൻ വേണ്ടി. ജോലിക്ക് പോകാൻ അത്ര ആവേശം ഉണ്ടോ? പിന്നെ നമുക്ക് ചെല്ലണം. ഇവിടെ ആയതുകൊണ്ട് പട്ട് നാട്ടിലെന്ന് പറഞ്ഞാൽ ഏലല്ലിയ, എത്ര ലേറ്റായിട്ട് ചെല്ലണം, എത്ര നേരത്തെ പോരണം എന്നൊരു സിസ്റ്റമാണ് നാട്ടിലൊക്കെ ഉള്ളത്. വാളയാറ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ മലയാളി ഭയങ്കര ഡീസൻ്റാണ്. വാളയാറ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ മനുഷ്യൻ, ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് കർണാടകയിൽ താമസിക്കുന്ന ആളൊക്കെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. അല്ലല്ലേ, മലയാളിയെപ്പോലെ അധ്വാനിക്കുന്ന ഒരു വർഗം കേരളത്തിൻ്റെ 4 അതിർത്തി വിട്ടല്ല. അങ്ങോട്ട് പാറശാല കഴിഞ്ഞാൽ, ഇങ്ങോട്ട് വാളയാറ് കഴിഞ്ഞാൽ, അങ്ങോട്ട് നിലമ്പൂർ കാട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ അധ്വാനിക്കുന്ന ഒരു വർഗം. അതിൻ്റെ തെളിവില്ലേ നിങ്ങൾ? 1 ജോലിയോ 2 ജോലിയോ 3 ജോലിയോ ചെയ്യാൻ ഒരു മടിയില്ലാത്തവർ. ഹല്ലേലൂയ. നാട്ടിൽ ചെന്നാൽ ഒരു പച്ച പുല്ല് പോലും പറിക്കാത്തവരല്ലേ. പക്ഷെ ദൈവം നമ്മൾ ഇത്രയൊക്കെ മാനിച്ചതിൻ്റെ കാരണം ഈ രാജ്യത്തിൻ്റെ നന്മയുടെയും കാരണം. സ്തോത്രമല്ലേ. പ്രസിഡന്റ് പോലും സ്വന്തം കാപ്പി ഇട്ട് കുടിക്കുന്നവരല്ലേ. നമ്മുടെ നാട്ടിൽ ഒരു മന്ത്രി 7 അല്ലല്ലേ ഓഫീസർമാർ ഇടത്തും വലത്തും വേണം, ചെരുപ്പിട്ട് കൊടുക്കുന്ന ആൾ വേണം. അതുകൊണ്ടാണ് നാട് ഗതി പിടിക്കാത്തത്. നിങ്ങളിനി വിഷമിക്കൊന്നും വേണ്ട. അങ്ങോട്ട് പോകാൻ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ ഒന്നും പോകണ്ട. കാരണം ഇവിടെ വന്ന് ദൈവത്തോളൊക്കെ നടത്തിയല്ലോ, ദൈവത്തെ ഉയർത്തിയാട്ട് മടങ്ങി വരുന്നു. സ്തോത്രമല്ലിയ. അകത്ത മനുഷ്യൻ നിത്യതയോളം ജീവിക്കേണ്ടത് കൊണ്ട് അകത്ത മനുഷ്യന് വേണ്ടി കരുതിയാട്ട് ആരാധന. ഹല്ലേലൂയ. ഊടടക്കം ഉച്ചി മുതൽ പെരുവിരൽ വരെ നിറഞ്ഞു നിൽക്കുന്നത് ആരാധന. ദാവീദ് കിന്നര വായനയിൽ നിപുണനായിരുന്നു. സ്തോത്രം. 2, ദാവീദ് ആരായിരുന്നു? ഹി വാസ് എ മൈറ്റി വാലർ. പരാക്രമശാലിയാണ്. ആരാ പരാക്രമശാലി? ആരാ ദൈവമക്കളെ പരാക്രമശാലി എന്ന് പറഞ്ഞ? പരനെ കയറി ആക്രമിക്കുന്നതാണോ? ആരാ പരാക്രമശാലി? ന്യായാധിപന്മാരുടെ പുസ്തകം 6-7 അധ്യായം പഠിച്ചാൽ പരാക്രമശാലിയുടെ ഡെഫിനിഷൻ ഉണ്ട്. ഹല്ലേലൂയ. അവിടെ നമ്മുടെ ഗിദെയോൻ ഭയം നിറക്കി നിൽക്കുകയാണ്. മിദ്യാനിയർ 7 വർഷമായി ദേശത്തെ തകർത്ത് അവരുടെ വിളകളെല്ലാം കൊയ്തുകൊണ്ട് പോകുമ്പോൾ അവിടെ മുന്തിരിത്തോട്ടത്തിനരികെ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുന്ന ഗിദെയോനെ സ്വർഗം അഡ്രസ് ചെയ്ത പദമാണ് അല്ലയോ പരാക്രമശാലിയെ. 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, യഹോവ നിന്നോടുകൂടെ ഉണ്ട്. അപ്പോൾ ആരാ പരാക്രമശാലി? അത് വരട്ടെ, എൻ്റെ ഒരു അർത്ഥം പറയാൻ പോവുകയാണ്. സ്തോത്രം. ഞാൻ വിതച്ച വിത്ത് ഗോതമ്പ് യവം മിദ്യാൻ കൊയ്യാൻ സമ്മതിക്കത്തില്ലെന്ന് തീരുമാനിക്കുന്നവനാണ് പരാക്രമശാലി. നാട്ടുകാരെല്ലാം പറഞ്ഞു നമ്മുടെ ഗതിയാ, നമ്മുടെ വിധിയാ ഇത്. അവർ വന്നു, ഇടിച്ചു കയറി വന്നു, അല്ലെങ്കിൽ ഇരുമ്പ് രഥങ്ങളുമായി വന്നു, അവർ കുതിരപ്പടയുമായി വന്നു, സകലതും കൊയ്തുകൊണ്ട് പോകുന്നു. അയ്യോ അയ്യോ എന്ന് നിലവിളിക്കുന്ന മിദ്യാനിയരെ കണ്ട് നിലവിളിക്കുന്ന ഇസ്രയേലുടെ നടുവിൽ ഒരുത്തൻ തീരുമാനിച്ചു, ഞാൻ വിതച്ച വിത്താണെങ്കിൽ അത് ഞാൻ തന്നെ കൊയ്യും.
എന്ന പകൽക്കാലം ചില പരാക്രമശാലികളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇത് അപ്പന്റെ ആടായിരിക്കാം, പക്ഷെ എന്നെ ഏൽപ്പിച്ച ജോലിയാണെങ്കിൽ അത് സിംഹത്തിന് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നിനക്ക് തന്ന തലമുറയാണെങ്കിൽ അത് പിശാചിന് കളിക്കാനുള്ളതല്ലെന്നേ. നിനക്ക് തന്ന ജീവിതം ശത്രുവിന് കയറി മേയാനുള്ളതല്ല. ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ പിശാചിന് കളിക്കാനുള്ളതല്ല. ഇന്ന് രാവിലെ ചില പരാക്രമശാലികളെ ദൈവത്തിന് ആലയത്തിൽ ആവശ്യമുണ്ട്. ഇഫ് യു ആർ സോൺ യു നീഡ് ടു റീപ് ദാറ്റ്. ഹല്ലേലൂയ. നീ വിതച്ചതാണെങ്കിൽ നീ കൊയ്യണം. നീ മുഴങ്കാൽ ഇരുന്നതാണെങ്കിൽ അത് അന്യൻ കൊണ്ടുപോകരുത്. എത്ര പേർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും ഇന്ന് പകൽക്കാലം? ഹല്ലേലൂയ. വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടയ്ക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ദൈവമക്കളെ, നിന്റെ ശരീരത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന രോഗാത്മാവിനോട് നീ വിളിച്ചു പറഞ്ഞാട്ട്, ഇത് ദൈവം തന്ന ശരീരമാണെങ്കിൽ ഇതിനെ ഹല്ലേലൂയ ഞാൻ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. ഈ എന്റെ കുടുംബം ദൈവം തന്നതാണെങ്കിൽ, എന്റെ മകന്റെ കുടുംബം, എന്റെ മകളുടെ കുടുംബജീവിതം ദൈവത്താൽ യോജിപ്പിച്ചതാണെങ്കിൽ, ഐ വിൽ നെവർ ലീവ് ഇറ്റ് ടു ദ ഹല്ലേലൂയ ഹാൻഡ്സ് ഓഫ് ദ ഡെവിൾ. ഇന്ന് പകൽ പിശാചിന് കളിക്കാൻ ഞാൻ കൊടുക്കത്തില്ല. എത്ര പേർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും? ചില പരാക്രമശാലികളെ ദൈവസഭയ്ക്ക് ആവശ്യമുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല, പിശാചിന് ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. ഞങ്ങൾ വിതച്ചതാ, കണ്ണുനീരിൽ വിതച്ചതാ. ഇത് ആർപ്പോടെ കൊയ്യേണ്ടതാ. ഇത് നിലവിളിച്ചുകൊണ്ട് വിതച്ചതാ, ഉപവാസത്തിൽ വിതച്ചതാ. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവസഭയുടെ പ്രമാണത്തിൽ, സ്വർഗീയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ വിതച്ചതാണെങ്കിൽ ഞങ്ങൾ തന്നെ കൊയ്യും. അന്യൻ കൊണ്ടുപോകുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുത്തന്മാർ എഴുന്നേൽക്കട്ടെ, ഒരു സമർപ്പണത്തോടെ എഴുന്നേൽക്കട്ടെ. ഞാൻ വിതച്ചത് ഞാൻ തന്നെ കൊയ്യും. എന്റെ കൈ കൊണ്ട് അധ്വാനിച്ചതാണെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ചു വാങ്ങിയതാണെങ്കിൽ, ഇത് ഈ ദേശത്തിന്റെ നന്മ ദൈവം എനിക്ക് തന്നതാണെങ്കിൽ, എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണെങ്കിൽ, ഇത് പിശാച് കൊത്തിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. പരാക്രമശാലികൾ ആലയത്തിൽ എഴുന്നേൽക്കട്ടെ. എത്ര നാൾ നീ തലമുടി നടക്കും? എത്ര നാൾ മാറത്തടിച്ച് നിലവിളിക്കും? എത്ര നാൾ പരാതി പരിഭവം പറഞ്ഞ് ആയുസ് പാഴാക്കും? ഇന്ന് പകൽക്കാലം തീരുമാനിച്ചിട്ട്, ഐ വിൽ നെവർ ലെറ്റ് ദി എനിമി ടു സ്നാച്ച് വാട്ട് ഗോഡ് ഹാസ് പ്ലേസ്ഡ് ഇൻ മൈ കെയർ. ഇന്ന് രാവിലെ സ്വർഗം എന്റെ കയ്യിൽ തന്നത് പിടിച്ചുകൊണ്ടു പോകുവാൻ ഞാൻ അന്യനെ, ശത്രുവിനെ സമ്മതിക്കത്തില്ല, വിട്ടുകൊടുക്കത്തില്ലെന്ന് പ്രാർത്ഥിച്ചോട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധൈര്യം ഏറ്റെടുക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? നിനക്ക് കൈതരാ സ്വർഗം ഉണ്ടെന്ന്. ഗിദെയോനെ, നിന്നെ പരാക്രമശാലി എന്ന് വിളിക്കാൻ സ്വർഗം ഇറങ്ങി വരും. ഉംറയുടെ കളത്തിനരികിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന നിന്നെ കൈതന്ന് സഹായിപ്പാൻ നിന്റെ വീട്ടുകാരും നാട്ടുകാരും ആരുമില്ല. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുവാൻ, കൂടെ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ പോലും ആളില്ല. എല്ലാവരും പേടിച്ച് കൂടാരത്തിൽ ഒളിച്ചിരിക്കുമ്പോൾ മിദ്യാന്റെ കാലൊച്ച മാത്രം, ഉരുളുന്ന രഥത്തിന്റെ ഒച്ച മാത്രം, ഒച്ച വെക്കുന്ന കുതിരപ്പടയുടെ ശബ്ദം മാത്രം ദേശത്ത് മുഴങ്ങുമ്പോൾ നീ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നിന്റെ ഗോതമ്പ് മെതിക്കുന്നത് കൊണ്ട് നിന്നോട് ദൂത് പറയുന്നു. നിന്നെ അപ്രിഷിയേറ്റ് ചെയ്യുവാൻ സ്വർഗം ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ട് നിന്നോട് സംസാരിക്കുന്നു. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ആത്മാവിൽ സ്തുതിച്ചോ, മാതാവേ നിന്നോട് കൂടെയുണ്ടെന്ന്. നിന്റെ തീരുമാനത്തോടൊപ്പം ദൈവമുണ്ട്, നിന്റെ കുടുംബത്തോടൊപ്പം ദൈവമുണ്ട്. വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. യഹോവ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാവിലെ ജീസസ് ഓ റമന സിഖരാദല ബൗഡലദാന വൈശാരാദല ബൗഡലജാന ധീനാരാഗദരം തുരസ ഹത്തലൗശലഹം ദലജാന. ഹല്ലേലൂയ. ചില പരാക്രമശാലികളെ ഇന്ന് രാവിലെ യഹോവയ്ക്ക് ആവശ്യമുണ്ട്. മേക്ക് എ റെസല്യൂഷൻ. ഇന്ന് രാവിലെ ഒരു തീരുമാനം എടുത്താട്ടെ. ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഇത് ഞാൻ പ്രാർത്ഥിച്ചു വാങ്ങിയതാ. സ്തോത്രം. പിശാചി, ഇത് നിനക്ക് കളിക്കാനുള്ളതല്ല എൻ്റെ ജീവിതം. നീ പകച്ചു നിൽക്കുക. നിന്റെ കുഞ്ഞിന്റെ കുടുംബജീവിതം കണ്ടിട്ട് വക്കോളം മിക്സ് വേർഡ്സ് ഓഫ് ഡിവോഴ്സിന്റെ വക്കത്താ നിൽക്കുന്നത്. ആത്മാവ് നിന്നോട് ദൂത് പറയുന്നു. പക്ഷെ ഇന്ന് പകൽ നീ വിളിച്ചു പറഞ്ഞാട്ട്, ഇത് പിശാചി നിനക്ക് കളിക്കാൻ തരത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചു വാങ്ങിയതാ. മുഴങ്കാലിരുന്ന് വാങ്ങിച്ച വിഷയമായത്. ഇത് ഞങ്ങൾ വിതച്ചതാണെങ്കിൽ ഞങ്ങൾ തന്നെ കൊയ്യും. അന്യൻ കൊണ്ടുപോകുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അവരാ പരാക്രമശാലി. അപ്പനെ ഏൽപ്പിച്ച ആടാണെങ്കിൽ തിരിച്ച് വീട്ടിൽ ഞാൻ കൊണ്ടു കൊടുക്കും.
ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ഒത്തിരി ആടുകളുണ്ട് കേട്ടോ. സ്വർഗം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുണ്ട്, സ്വർഗം നിന്നെ ഏൽപ്പിച്ച കുടുംബമുണ്ട്. ഇത് പിശാച് വലിച്ചു കീറിയിട്ട് കൊണ്ടുപോകാനല്ല, അത് അപ്പന് തിരിച്ചേൽപ്പിക്കണം. അപ്പന് തിരിച്ചേൽപ്പിക്കണം, തന്നവന് തിരിച്ചേൽപ്പിക്കണം. ദൈവം നിന്നോട് കാര്യം തീർക്കുന്ന ഒരു ദിവസമുണ്ട്. വിശ്വസ്തനെന്ന വിളി കേൾക്കണമോ? ഇന്ന് പകൽക്കാലം ഉറച്ച തീരുമാനം എടുത്താട്ട് ഞാൻ ഇതിനെ വിട്ടുകൊടുക്കത്തില്ല. ഗിദെയോനെ പോലെ ചിലർ ഇന്ന് പകൽ ആത്മാവിൽ കുതിക്കട്ടെ. ഹല്ലേലൂയ. 1, അവൻ ആരാധനയിൽ നിപുണനായിരുന്നു. 2, അവൻ പരാക്രമശാലിയായിരുന്നു. സ്തോത്രം. 3, അവൻ ആരായിരുന്നു? മൈറ്റി വാരിയർ, യോദ്ധാവാണ്. ആരാ യോദ്ധാവ്? സ്തോത്രം. നമ്മളൊക്കെ യോദ്ധാക്കൾ എന്ന് പറയുന്നത് പരസ്യമായിട്ട് വെല്ലുവിളിച്ച് ജയിച്ചു നിൽക്കുന്നവരാ. പക്ഷേ രഹസ്യത്തിൽ സിംഹത്തിനെയും കരടിയൊക്കെ അവൻ അന്നേരം സാക്ഷ്യം പറഞ്ഞിട്ടാ. ശൗല് വന്ന് ചോദിച്ചു, കുഞ്ഞെ, ശൗലാണെങ്കിൽ മറ്റേ പുള്ളിയുടെ ബയോഡേറ്റ കൊണ്ട് നടക്കുന്നത്. ഇസ്രായേൽ മക്കളിൽ എല്ലാവരെക്കാളും തോളിന് പൊക്കം ആർക്കാ കൂടുതൽ? ശൗലിനാണ്. അല്ലല്ലേ? കാശിൻ്റെ മകനാണ്, കീശിൻ്റെ മകനാണ്, ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ട്, കഴുതയൊക്കെ നേടിപ്പോയവനാ. പക്ഷേ അവനെക്കാട്ടി പൊക്കമുള്ള ഒരുത്തം വന്നപ്പോൾ പേടിച്ചു പോയി. നമ്മൾ കുറേ നാളൊക്കെ മിടുക്കരായിട്ട് നടക്കും കേട്ടോ. പക്ഷേ നമ്മളെക്കാട്ടി പൊക്കമുള്ളവർ ഒത്തിരി മിടുക്കന്മാർ വരും. നമുക്ക് ആരും മിടുക്കരാണെന്നൊന്നും തോന്നരുത്. ഒരു ശ്വാസമേ ഉള്ളന്നേ. അല്ല, അകത്തോട്ട് വലിക്കുന്ന ശ്വാസം പുറത്തോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ മിടുക്കെന്താ? സ്തോത്രം. അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പേടിച്ചു പോകുന്നു, പറയുന്നില്ല ബൈബിൾ വാക്കി. ഇപ്പം ഫ്യൂണറൽ സർവീസും അല്ലല്ലോ. കാരണം ഈ പാസ്റ്റർമാർ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത് എവിടെ? ഫ്യൂണറൽ സർവീസിനാണ്. ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന കർത്താവ് ദയവ് ചെയ്ത്, അതിനായി ഇവർ പറയുന്നത് 1 മിനിറ്റ് എടുക്കാവുന്നു. കാരണം അത്രയും കുറച്ച് നിങ്ങളെ കൊണ്ട് പാവം ജയിക്കാൻ വേണ്ടി. എന്നാലും സമ്മതിക്കത്തില്ല. എന്നിട്ട് ഈ അച്ഛനെ എനിക്ക് കൊച്ചിലെ തൊട്ട് അറിയാം, അച്ഛനെ എനിക്ക് ഗോതമ്പുണ്ട തന്നിട്ടുണ്ട്, ബോണ്ട തന്നിട്ടുണ്ട്, അമ്മാമ്മ കുക്ക് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം. എപ്പോഴെങ്ങാണ്ട് പോയപ്പോൾ കൊടുത്ത കാര്യമാണ് പറയുന്നത്. പക്ഷെ എന്നിട്ട് പറയുന്നതാ, ഞങ്ങൾ ഒരു നോക്ക് കാണാൻ പോയി. ആരെയാ? മരിച്ച ആളിനെ 1000 പ്രാവശ്യം നോക്കാൻ സമയം ഉണ്ടായിരുന്നു. പോയായിരുന്നോ? ദൈവമക്കളെ, ഇതൊക്കെ കള്ളത്തരമാണെന്നേ. അത് കിടന്നിട്ട് എഴുന്നേറ്റ്. കാരണം പിള്ളേർ ഇങ്ങനെ കിടപ്പായതുകൊണ്ട് എഴുന്നേറ്റ് ഒന്നും പറയത്തില്ല. അതുകൊണ്ടല്ലേ ധൈര്യത്തോടെ പറയുന്നത്. നിങ്ങൾ ധൈര്യത്തോടെ പറയുന്നത് ഈ പുള്ളി എഴുന്നേറ്റ് പറയത്തില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ. ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് മുഖത്ത് പോയി പറഞ്ഞു നോക്ക്, വിവരം അറിയും. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എത്രയുള്ളൂ. നമ്മൾ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. അരിഞ്ഞു വാടിപ്പോകുന്ന പുല്ല ആവി പോലെ പറന്നു പോകും. പിന്നെ അതിൻ്റെ സ്ഥലം അതിനെ അറിയുന്നില്ല. ഭിത്തിയിലൊരു ഫോട്ടോ വെക്കും. ഇതാരാ? അത് അച്ഛനായിരുന്നു, പണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, കുറച്ച് നാൾ എൻ്റെ ഭർത്താവായിരുന്നു, അത് കഴിഞ്ഞ് മരിച്ചു പോയി എന്നൊക്കെ പറയും. എത്ര നാളായി? 25 വർഷമായി. എല്ലാം കാര്യങ്ങളൊക്കെ ശരി. നമ്മുടെ എല്ലാവരും വീട്ടിൽ ഇതെല്ലാം ഒരു മരണം നടക്കാത്ത വീടെങ്ങും ഇല്ല. കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ സ്ഥലം പിന്നെ നമ്മളങ്ങ് അഡ്ജസ്റ്റ് ആവും. അതില്ലാതെ അങ്ങ് അഡ്ജസ്റ്റ് ആവും. അങ്ങനെയുള്ള മിടുക്കൊന്നും കാണിച്ചു കളയരുത്. പക്ഷേ യോദ്ധാക്കളാകേണ്ടത് കാട്ടിലാണ്. ശൗല് ഗോലിയാത്തിൻ്റെ സകല ബയോഡേറ്റം പറഞ്ഞു. അവനോ ബാല്യം മുതൽ ആരാ? യോദ്ധാവാണ്. നിനക്ക് ചെറുപ്പമാണ്. അന്നേരം ആ പുള്ളി സാക്ഷ്യം പറഞ്ഞു. എൻ്റെ സാക്ഷ്യം കേട്ടണം. ഞാൻ കാട്ടിലായിരുന്നപ്പോൾ ആരെ കൊന്നിട്ടുണ്ട്? സിംഹത്തെ. ഞാൻ ആരെ കൊന്നിട്ടുണ്ട്? കരടി. വിശ്വാസത്താ കൊന്നിട്ടുണ്ട്. അന്നേരം ശൗല് പേടിച്ചു. ഇവൻ ആരെ കൊന്നിട്ടുണ്ട്? ചെറുക്കനെ നോക്കുക, അടിമുടി. ഇവൻ സിംഹത്തെ. ദൈവമക്കളെ, 4 പേരുടെ മുമ്പിൽ നാക്കും, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഹൃദയവും സൂക്ഷിക്കുന്നവൻ അവിശുദ്ധൻ. ഹല്ലേലൂയ. 4 പേരുടെ മുമ്പിൽ വാക്ക് സൂക്ഷിക്കണം, ഏകാന്തതയിൽ ചിന്ത സൂക്ഷിക്കണം. എത്രയോ സിംഹങ്ങളാണ് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് കയറിയിരിക്കുന്ന അറിയാമോ? പഴയ കാലത്ത് ഒരു ട്രാക്റ്റ് ഉണ്ടായിരുന്നു, ഓർമ്മയുള്ള തമ്പിയുടെ ഹൃദയം. ഓർമ്മയുണ്ടല്ലോ അവർക്ക്? അറിയാം, തമ്പിയുടെ ഹൃദയം. ഞങ്ങൾ സ്കൂളിലൊക്കെ കൊണ്ടുതരുമോ? ഇപ്പം ആരണ്ട് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് ട്രാക്റ്റ് കൊടുത്തുമ്പോൾ ആരണ്ട് വഴക്കുണ്ടാക്കുന്നൊക്കെ പറയുന്നത്. ഓക്കെ, അത് അവിടെ കിടക്കട്ടെ. കാരണം പീഡയും പ്രതികൂലം എന്നും അപ്പോസ്തലന്മാർ. കാരണം നിങ്ങൾ വായിച്ചു നോക്കിയാൽ വെളിപ്പാട് പുസ്തകത്തിലോട്ട് ചെന്ന് 19-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്ന ഉടനെ സ്വർഗത്തിൽ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വലിയ ഒരു കൂട്ടം ആത്മാക്കളുടെ ഞനക്കം ഞാൻ കേട്ടു. അവർ ചോദിച്ച ചോദ്യം ഇതാണ്: എപ്പോഴാ നാഥാ ഞങ്ങളെ വീണ്ടെടുക്കുന്നത്? കാരണം യേശുവിന് വേണ്ടി തലയറുത്തവരാ. അവിടെ കേട്ട ശബ്ദം കേട്ടാൽ പിന്നെ നമ്മൾ മിണ്ടത്തില്ല. എന്തായിരുന്നു ഇതിൻ്റെ ബാക്കി കേട്ടത്? എവിടാ? മത്തായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വായിക്കൂ. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഇവരെ പോലെ ഇനിയും അറുക്കപ്പെടാനുള്ളവരുടെ സംഖ്യ തികയോളം അല്പകാലം നിങ്ങൾ കാത്തിരിക്കേണ്ടതാ. അപ്പൊ എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്താ? തല്ലിനി ഉറപ്പാണ്. സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്, എന്തുറപ്പാ? പീഡയുണ്ട്, പ്രതികൂലമുണ്ട്. യാക്കോബിനെ വാളുകൊണ്ട് കൊല്ലുമ്പോൾ വാളൊടിച്ച് കളയുന്നുള്ള ദൈവം പത്രോസിൻ്റെ ശുശ്രൂഷ തീരാഞ്ഞത് കൊണ്ട് പത്രോസിന് ആയുസ് നീട്ടിക്കൊടുത്തു. യാക്കോബിൻ്റെ ശുശ്രൂഷ കഴിയുമ്പോൾ വാളിലാണേലും മലലിയ ഈർച്ചവാളിലാണേലും കൊന്നു മാറിയേ മതിയാകൂ. ദൈവസഭ രക്തം കൊടുത്ത് വൻ്റെ സഭയായതുകൊണ്ട് നാമും രക്തം ചൊരിഞ്ഞേ മതിയാ. വരിക, ക്രൂശിക്കപ്പെടുക. അതിനപ്പുറത്തൊരു ആത്മീയം നമുക്കില്ലെന്ന്. സമർപ്പിക്കപ്പെട്ടവന് മാത്രമേ ദൈവവേല ചെയ്യാൻ പറ്റുള്ളൂ.
കർത്താവിന് വേണ്ടി ഓടണം, അധ്വാനിക്കണം. അവിടെ വിഷയമല്ല. യോദ്ധാവായിരിക്കണമെങ്കിൽ അകത്ത മുറിക്കകത്ത് വിശുദ്ധി പാലിക്കണം. ചിന്തകളെ ഇവിടെ ഇരിക്കുന്ന ഇപ്പം തന്നെ എത്ര പേര് കോഴഞ്ചേരി പോയി കഴിഞ്ഞറിയാം? ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഞാൻ ഇത്രയും അലറി കീറി പ്രസംഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കോഴഞ്ചേരിയും കുമ്മനാടും കോട്ടയത്തും കോഴിക്കോടും ഒക്കെ പോയി എത്രയോ പേരിനകത്തുണ്ട്. കാരണം നമ്മുടെ പിടികിട്ടാത്ത പുള്ളികളാണ് നമ്മുടെ ചിന്തയെന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ എന്തെല്ലാം കുരുക്കാലോചിച്ചിട്ടുണ്ടെന്നറിയാം. പറയേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തെല്ലാം കാര്യം. ഒരാളെ വിളിച്ച് ഫോൺ എടുത്തില്ലെങ്കിൽ അന്നേരം ഒരു 100 ചിന്തയെ. എന്തുകൊണ്ടാണ്? അവനെ കുഞ്ഞമ്മ അവനോട് എന്തോ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ ഈ പ്രാവശ്യം ഫോൺ വിളിച്ചിട്ട് നമ്മളങ്ങ് എന്തെല്ലാം വലിച്ചു കൂട്ടുകയാണ്. ആൾക്കാരൊക്കെ നടന്നു പോകുമ്പോഴല്ല ഒന്ന് ചിരിച്ചില്ലെങ്കിൽ വിചാരിക്കുന്നത് നമ്മളോട് വിരോധം. ദൈവമക്കളെ എന്തെല്ലാം പ്രശ്നം അവർക്ക് കാണും. ഇങ്ങനെയൊക്കെ നമ്മുടെ ചിന്തകളെ കീഴ്പ്പെടുത്തണം. യോദ്ധാക്കളെന്ന് പറയുന്നത് അകത്ത മുറിക്കകത്ത് ഉയർന്നു വരുന്ന, ഇനി കൊരിന്ത്യ ലേഖനത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ ദൈവത്തിന് വിരോധമായി ഉയർന്നു പൊങ്ങുന്ന സകല സങ്കല്പങ്ങളെ പിടിച്ചടക്കുന്നവൻ ആത്മീയൻ. എവരിതിങ് ദാറ്റ് എക്സോൾട്ടിങ് അഗൈൻസ്റ്റ് ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് വി നീഡ് ടു ബ്രിങ് ഇറ്റ് ഇൻടു സബ്മിഷൻ. ഇന്ന് രാവിലെ ദൈവഹിതമല്ലാതെ ഉയർന്നു പോകുന്ന സകല ചിന്തകളെയും അടിച്ചൊതുക്കണം. എന്തെങ്കിലും ഉള്ളി നിങ്ങനെ അതായത് ദൈവവചനം ഉറപ്പിച്ചല്ലോ, ഓരോ ദിവസവും എത്ര എഴുതി വെച്ചെന്ന് പറഞ്ഞ് കുറേ ഉണ്ടല്ലോ ലിസ്റ്റ്. ഒരു കോപ്പി എടുത്ത് എല്ലാവർക്കും കൊടുക്കണേ. കാരണം ഓരോ ദിവസം വലിയ അസൂയയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ലെന്ന് ഉറപ്പ് അങ്ങനെ പറയണം, സാക്ഷിയോട്ട് പറയണം. ഇതെല്ലാം ഓരോ ദിവസം ഈ സിംഹത്തെ കീറണം. ഹല്ലേലൂയ. 4 പേരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നാക്കും സൂക്ഷിക്കണം. നാവിനൊരു കടിഞ്ഞാണ് നമുക്ക് വേണമെന്ന്. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം സമയം കിട്ടുമ്പോൾ വീട്ടിൽ പോയിരുന്ന് വായിക്കണം. സ്തോത്രം. നാവിനെ കടിഞ്ഞാണിടാതെ. ചിലർക്കാണെങ്കിൽ എന്തോ ഒരു ഗുണമാണെന്നറിയോ? എല്ലാം ആര് വന്നാലും ആഹാരം വെച്ച് കൊടുക്കും, ആര് വന്നാലും വീട്ടിൽ താമസിപ്പിക്കും, ആര് വന്നാലും ഡോളർ വലിയ ചെക്ക് എഴുതി കൊടുക്കും. പക്ഷെ നാക്ക് ഇവിടുന്ന് അവിടെ വരെ നീളമുണ്ട്. ഈ ചർച്ച മുഴുവൻ തൂക്കാൻ പറ്റുന്ന നീളമുണ്ട് നാക്കിന്. ദൈവമക്കളെ, കൺട്രോൾ യുവർ ടങ്, ടേം യുവർ ടങ്. നാവിനെ നിയന്ത്രിക്കണം. അവരിനെ കുറിച്ച് അപവാദം പറയുന്ന നാവ് കൊണ്ട് ആത്മാവിൽ ആരാധിച്ചാൽ അത് ഈ മേൽക്കൂരയ്ക്ക് അപ്പുറത്ത് പോകത്തില്ല. സ്തോത്രം. ദൈവഹിതമില്ലാത്തതൊന്നും അതരത്തിൽ നിന്ന് പുറത്തു വരരുത്. വചനം പറയുന്നു, ഹല്ലേലൂയ, ഉപ്പിനാൽ രുചി വരുത്തുന്നതായിരിക്കണം. പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചേർച്ചയില്ലാത്തതൊന്നും പുറത്തു വരല്ലേ. ദൈവഹിതമില്ലാത്ത ആദരം അല്ലെങ്കിൽ നമുക്ക് വേണ്ട തീരുമാനിക്കണം. നാവിനൊരു കടിഞ്ഞാണിടണം. സ്തോത്രമില്ല. കാട് കത്തിക്കുന്ന നാവ, സഭ പൊട്ടിക്കുന്ന നാവ, കുടുംബം തകർക്കുന്ന നാവ. ഇന്ന് പകൽ ദുഃഖം വരുന്നുണ്ടോ? ഞാനെന്ന വാക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ. എത്രയോ പേരെ നാം അകറ്റിക്കളഞ്ഞു നമ്മുടെ നാക്ക് കൊണ്ട്. ഇന്ന് പകൽക്കാലം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങുമ്പോൾ മുഖത്തൊക്കെ ക്രീമൊക്കെ തേക്കും. ഡ്രൈ സ്കിന്നുള്ളവർ ക്രീം തേക്കും, പൗഡർ ഇടും, പിന്നെ വെളുപ്പിക്കും, കറുപ്പിക്കും ഒക്കെ ചെയ്യും. നമ്മളെല്ലാം കഴിഞ്ഞാണ് ഇറങ്ങി വരുന്നത്. ഓക്കെ, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? പക്ഷെ നാക്കാണ് ഏറ്റവും കൂടുതൽ ക്രീം തേക്കേണ്ടത്. കാരണം ഏറ്റവും അശുദ്ധിയുള്ള അവയവം. വീട്ടിൽ ചെന്നിട്ട് കർത്താവ് എൻ്റെ നാവിൽ ഒരു എണ്ണ അഭിഷേകം വേണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. അവരാണ് യോദ്ധാക്കൾ. പിടിച്ചു നിർത്തണം. നാവിനെ അടക്കുന്നവൻ. ഹല്ലേലൂയ. സദൃശവാക്യത്തിലെ വാക്യം വായിച്ചാട്ട് 137 പ്രാവശ്യമാണ് അടക്കേണ്ട നാവിനെ കുറിച്ചും മൃദുവായി ഉത്തരം പറയുന്നത് കുറിച്ചൊക്കെ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കോപത്തെക്കുറിച്ചൊക്കെ നിയന്ത്രിക്കേണ്ടത്. ഇന്ന് രാവിലെ യോദ്ധാക്കളായി മാറണം. യു നീഡ് ടു ഏബിൾ ടു കൺട്രോൾ യുവർ സെൽഫ്. നിങ്ങളെ തന്നെ നിയന്ത്രിക്കുന്നവനായി യോദ്ധാ. ഒരു സഭയെ മുഴുവൻ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റിയേക്കാം, കുടുംബം നിയന്ത്രിക്കാൻ പറ്റിയേക്കാം. ഇഫ് ഐ കനോട്ട് കൺട്രോൾ മൈ സെൽഫ്, ഐ എം എ ബിഗ് സീറോ ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. അവസാനം ദൈവസന്നിധിയിൽ ദൈവദാസനം അർപ്പിച്ച കണക്ക് തീക്കകത്തോട്ട് കയറ്റി വിടുമ്പോൾ ഷൂ അത്രയേ ഉള്ളൂ. വലിയ കച്ചിലോറിയൊക്കെ കൊണ്ടുവന്ന് കയറ്റി വിടും. അവസാനം ഒന്നുമില്ലെന്നേ, കത്തിപ്പോകും. ഇന്ന് രാവിലെ യോദ്ധാക്കളായി മാറണം. 4-മത്തത് വാക്ചാതുര്യം. അപ്പോൾ ഓർക്കും പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞു നാക്കിനെ നിയന്ത്രിക്കണം. ഇപ്പോൾ പറയുന്നത് എന്താ വേണമെന്ന്? വാക്ക്. യു ഷുഡ് ബി ഹല്ലേലൂയ. എന്താണ് ഹല്ലേലൂയ? പ്രൂഡന്റ് ഇൻ സ്പീച്ച് എന്നാണ് പറയുന്നത്. നല്ല സാമർത്ഥ്യമുള്ള സംസാരം. എന്താ ഈ സാമർത്ഥ്യമുള്ള സംസാരം? ദൈവകാര്യത്തിന് വേണ്ടി സംസാരിക്കണം. ഹല്ലേലൂയ. എന്താ സംസാരിക്കേണ്ടത്? ദാവീദിനോട് ചോദിക്കുക, കുഞ്ഞാ നീ എന്താ? ഞാൻ പാടും, നാളെല്ലാം നിന്റെ നീതിയെ വർണ്ണിക്കും. ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ ആദരധാരത്തെ. അങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. കർത്താവ് എൻ്റെ വീടിനൊരു കാവൽ നിർത്തണം. ദൂതന്മാരെ കാവലാക്കിയിട്ടാണ് നമ്മൾ എവിടെ പോകുന്നത്? പുറത്തോട്ട് പോകുന്നത്. ദൂതനെ ഏൽപ്പിക്കും, വണ്ടിയെ കയറുമ്പോൾ പ്രാർത്ഥിക്കും, വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കും. പക്ഷെ ഇന്ന് വരെ പ്രാർത്ഥിച്ചോ, കർത്താവ് എൻ്റെ വായിക്കൊരു. ദൈവമക്കളെ, ഒരു 90% വീട്ടിലെ പ്രശ്നം തീരും. വായിക്കൊരു കാവൽ നിർത്തി എൻ്റെ ആദരധാരത്തെ. സെറ്റ് എ ഗാർഡ് ഓവർ മൈ മൗത്ത്. 32 പല്ലൊക്കെ വെച്ചിട്ടും അതിൻ്റെ ഇടയ്ക്കൂടെ വല്ലപ്പോഴും ഇറങ്ങി വന്നുണ്ടാക്കുന്ന ദ്രോഹം. അവസാനം പല്ല് പരാതി പറഞ്ഞു, ഞാൻ നിരപരാധിയാണ്, പക്ഷേ വീഴുന്നത് മുഴുവൻ
ഈ പുള്ളി എന്തെങ്കിലും പറയാത്ത പോയിരിക്കും. എന്നിട്ട് തല്ലുകൊള്ളുന്നത് ഞാനാണ്, എൻ്റെ ഈ പല്ലാണ് വീഴുന്നത്. ഇതിനെ ഒന്ന് നിയന്ത്രിക്കണം. പക്ഷെ ദൈവകാര്യത്തിന് വേണ്ടി വാക്ചാതുര്യം. എന്താ ദാവീദ് പറഞ്ഞത്? 1 ശമൂവേൽ 17-ാം അധ്യായത്തിൽ ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഹല്ലേലൂയ, നീ വാളും വടിയും കുന്തവും നിഴലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ ദൈവത്തിന്റെ നാമത്തിൽ വരുന്നു. ഇതാ വാക് സാമർത്ഥ്യം. ഏത് പ്രശ്നത്തെയും ദൈവനാമത്തിൽ എടുക്കുന്നവനാ നല്ല സംസാരത്തിന് ഉടമ. 2, യുദ്ധം യഹോവയ്ക്കുള്ളത്. ഇത് വിളിച്ചു പറയുന്നതാ നല്ല നാക്ക്. ഏത് പ്രശ്നം വന്നാലും ദ ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം, ഇറ്റ്സ് നോട്ട് മൈ വിഷയം. ഹല്ലേലൂയ, ഇതെന്റെ വിഷയമല്ല, ഇത് ദൈവത്തിന്റെ വിഷയം എന്ന് പറയണം. ഇതെന്റെ വിധിയാണെന്ന് പറഞ്ഞ് ശപിച്ച് പ്രാഗി കൊന്നു കളയാതെ, സ്വയം ഒടുങ്ങാതെ ദൈവത്തിന് ഇന്ന് രാവിലെ സമർപ്പിച്ച് ആദരം തുറന്നാട്ട് നാവ് ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയണം. ഏത് വിഷയത്തിന് സ്തോത്രം പറയണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്താട്ട്. ഇതാ നിങ്ങളെക്കുറിച്ച് ദൈവ ഇഷ്ടം. ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് രാവിലെ ഹല്ലേലൂയ സിംഹത്തെ കീറുന്ന ധൈര്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ നാവ് ദൈവത്തെ പാടുന്ന നാവായി മാറണം. സ്തോത്രം ചെയ്ത് പാടിക്കോ, ആരാധിച്ച് സ്തോത്രം ചെയ്തോണം. അർദ്ധരാത്രിക്ക് പാടുന്ന പൗലോസിനെ കണ്ടിട്ടില്ലേ? നിങ്ങളാണ് എന്തോ പറഞ്ഞേനെ, നിങ്ങളാണ് എന്തോ ഇതിനെ അർദ്ധരാത്രിക്ക് അല്ലെങ്കിൽ ഈ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുക. ശീലാസും ഉണ്ട്, പൗലോസും ഉണ്ട്. ശീലാസ് പറഞ്ഞേ, അച്ഛൻ്റെ കൂടെ ഇറങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചു ഈ പരിപാടി ഒക്കുവെന്ന്. അല്ല, ഈ ഉപദേശ പണിക്ക് ഇറങ്ങി ആകെ തല്ല് നാണക്കേടുമായി വസ്ത്രവും വലിച്ചു പറിച്ച് കോലുകൊണ്ടടിച്ച് വലിച്ചിടച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഏതോ പെങ്കൊച്ച് എന്തോ പറഞ്ഞ് അങ്ങ് വിട്ടാൽ പോരായിരുന്നു. അതിനെ എന്തിനാ അതിൻ്റെ പുറകെ ശാസിക്കാനൊക്കെ പോയെന്നൊക്കെ. കൃപയുള്ളവന് ശാസിക്കാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു പരിധി കൂടുതൽ ആൾക്കാർ നിങ്ങളെ പുകഴ്ത്തുമ്പോൾ ഓർത്തോണം അതിൻ്റെ പിന്നിലും പോകുന്നുണ്ട്. ചിലരങ്ങ് ആവശ്യമില്ലാതെ അങ്ങ് പൊക്കും വന്നിട്ട് അച്ഛനെ പോലെ നല്ലൊരു അച്ചായൻ, അമ്മാമ്മയെ പോലെ നല്ലൊരു അമ്മാമ്മയില്ല. ദൈവമക്കളെ സൂക്ഷിക്കണം കേട്ടോ. ഇങ്ങനെയുള്ളവരെ ഒരു പെങ്കൊച്ചു പുറകെ നടന്ന് പറയും, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട്. ഞാനാണ് 4 ട്രാക്ടർ അടിച്ചത്. അയ്യോ, എന്നെ വെളിപ്പെടുത്തിയല്ലോ ഈ പട്ടണത്തിൽ, ദൈവത്തിന് സ്തോത്രം. പക്ഷെ പൗലോസിന് മനസ്സിലായി, പോലീശായേ കൃപയില്ലാത്ത നിന്നെ അല്ല, ഹല്ലേലൂയ, ദൈവം എന്നെ ഈ പട്ടണത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് മക്കതോനി വിളി കേട്ടുകൊണ്ടാ, നിന്റെ പുകഴ്ച കേൾക്കാനല്ല. ഇവിടെ ചിലവരെ സ്നാനപ്പെടുത്താൻ വേണ്ടിയാ. ദൗത്യം കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകും. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞാട്ട് ആരെങ്കിലും നിങ്ങളെ പുകഴ്ത്തിയാൽ നിങ്ങൾ ഉയരരുത്, ഇകഴ്ത്തിയാൽ താണും തളർന്നും പോകരുത്. അർദ്ധരാത്രി ആയപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ നോക്കി, കൈ രണ്ടും ബന്ധനത്തിലാണ്. കൈ രണ്ടും ബന്ധനത്തിൽ. കാലെവിടെ ഇട്ടേക്കുന്നത്? ഇൻ ദ സ്റ്റോക്ക്, ആമത്തില്ല. തടിക്കകത്ത് ദ്വാരം ഉണ്ടാക്കിയിട്ട് കാലിട്ട് ആപ്പ് അടിച്ചു വെച്ചിരിക്കുക. ഇത്രയും നല്ല കസര ഇരുന്നിട്ട് കൈയടി വരുന്നില്ല. പിന്നെ ഇത്രയും നല്ല കസര ഇരുന്നിട്ട് കൈയടിക്കാൻ പറ്റുന്നില്ല. കാലാമത്തിലും കൈ ചങ്ങലയിലുമായിരിക്കുമ്പോൾ അർദ്ധരാത്രിക്ക് അവർ പാടി ദൈവത്തെ സ്തുതിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? നാക്ക് പൊങ്ങിയതിൻ്റെ കാരണം, ഹല്ലേലൂയ, അവർക്ക് കെട്ടാൻ കഴിയാഞ്ഞത് നിങ്ങളുടെ നാക്ക് മാത്രമേ ഉള്ളൂ. കൈ കെട്ടിയാലും ഹല്ലേലൂയ, ശരീരം ബന്ധനത്തിലായാലും തളർന്നു കിടന്നാലും നാക്ക് പൊക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാവിലെ കർത്താവിനെ സ്തുതിച്ചോണം. You should become prudent in speech. വാക് സാമർത്ഥ്യം ദൈവത്തിന്റെ കാര്യം പറയുന്നതിലായി മാറട്ടെ. സുവിശേഷം പറയുന്ന കാര്യത്തിലാകട്ടെ. അവരനെ കുറിച്ച് അപരാധം പറയുന്നതിനേക്കാൾ, പരദൂഷണം പറയുന്നതിനേക്കാൾ, അസൂയപ്പെടുന്നതിനേക്കാൾ ദൈവ വിഷയമായി സമ്പന്നമാകുവാൻ ഇന്ന് പകൽക്കാലം എൻ്റെ ആദരം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. 5-ാമത്തത് ആരായിരുന്നു? കോമളൻ. കോമളൻ എന്ന് പറയുന്ന പേരല്ല ഉദ്ദേശിച്ചത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധിയാണ്. ഞാൻ ഓർപ്പിച്ചു. ഒന്നും കൂടെ അതിന് ആഴത്തിൽ എനിക്ക് പറയണം. വിശുദ്ധനായിരിക്കണം നമ്മൾ. ദൈവമക്കളെ, ദൈവം സാക്ഷ്യപ്പെടുത്തണം നമ്മളെ. അപ്പം നിങ്ങൾ പറയും, പാസ്റ്റർക്ക് ഇങ്ങനെ മണിക്കൂറൊന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ്. പക്ഷേ ദാവീദ് ചെയ്ത പാപം വെച്ച് നോക്കി അതിൻ്റെ അയൽവക്കത്ത് പോലും ഞങ്ങളൊന്നും അവസരം കിട്ടാത്തതുകൊണ്ടാണ്. കാരണം ദാവീദ് പാപം ചെയ്തു. പക്ഷെ ദാവീദ് ഏറ്റു പറഞ്ഞിട്ട് അവസാനം ദൈവം പറഞ്ഞു, പിന്നെ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. 1 രാജ 15-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ പറയുന്നത്, ദാവീദ് ഊരിയാവിൻ്റെ വിഷയത്തിൽ ചെയ്തതല്ലാതെ ബാക്കി എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ വഴിയിൽ. അത് പാവമല്ലേ? പാവമാണ്. പക്ഷേ ഹൃദയം മാറ്റാൻ പറഞ്ഞപ്പോൾ ദൈവം ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ദൈവമക്കളെ, പാപത്തിൽ വീഴും, തെറ്റുപറ്റും. ആർക്കാ തെറ്റുപറ്റാത്തത്? പക്ഷെ അനുദപിച്ച് മാനസാന്തരപ്പെട്ടാൽ ആ ഹൃദയത്തിൻ്റെ പേര് നിർമ്മല ഹൃദയം എന്ന. ദൈവം പറഞ്ഞു, ഹീസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. എൻ്റെ ഹൃദയപ്രകാരമുള്ള. അങ്ങനെ പ്രാർത്ഥിക്കണം. വിശുദ്ധി എന്ന് പറയുന്നത് രൂപാന്തരമാണ്. ആകെ ഒരു രൂപാന്തരം. നമുക്കൊരു പ്രാർത്ഥന കൊണ്ട്, ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ പിന്നെ കോമൺ ആയിട്ട് ചോദിക്കുകയാണ്, അല്ലാതെ നിങ്ങളുടെ സ്പെസിഫിക് നീടല്ല, നിങ്ങളുടെ പൊതുവായുള്ള ആഗ്രഹം എന്താ? വാട്ട് ഈസ് യുവർ പർപ്പസ്, മെയിൻ പർപ്പസ് ഓഫ് ദിസ് പ്രയർ? കള്ളം പറയില്ല, അതിനകത്ത് നിന്നും കള്ളം പറയില്ല, സത്യത്തോട് പറഞ്ഞു. ഹൂസ്റ്റന് വേണ്ടി പ്രാർത്ഥിക്കാൻ. സ്തോത്രം. അപ്പം നമ്മൾ അതിനകത്തുണ്ടല്ലോ, ഹൂസ്റ്റന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, എനിക്കൊരു മാനസാന്തരം ഉണ്ടാകണം. എത്ര പേര് പ്രാർത്ഥിക്കാൻ തുടങ്ങി?
മർക്കോസ് 9-ാം അധ്യായം വായിക്കണ്ട, 2 മുതൽ വാക്യങ്ങൾ. 6 ദിവസം കഴിഞ്ഞിട്ട് യേശു പത്രോസിനെ യാക്കോബിനെ യോഹന്നാനെ കൂട്ടിക്കൊണ്ട് ഉയർന്നു ഒരു മലയിലേക്ക് കൊണ്ടുപോയി. എന്തിനാ കൊണ്ടുപോയി? കമന്റ് പിന്നെ ഉടനാണ് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയെന്ന് ലൂക്കോസ് 9-ാം അധ്യായത്തിൽ പറയുന്നത്. പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. പ്രാർത്ഥിക്കുമ്പോൾ അവൻ അവരുടെ മുമ്പാകെ പ്രാർത്ഥിക്കുന്നവർ രൂപാന്തരപ്പെടും. പ്രാർത്ഥിക്കുമ്പോൾ രൂപാന്തരപ്പെട്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ നിറം മാറി. ദൈവമക്കളെ, നമ്മൾ പറയാം എൻ്റെ അകം ദൈവം അറിയുന്നെന്ന്, പക്ഷെ പുറം മാറണം. മാനസാന്തരപ്പെട്ടതിൻ്റെ ലക്ഷണമാണ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് ചേഞ്ച്. അകം പുറം മാറാത്ത മാനസാന്തരമല്ല. ഒരു നല്ല ഭർത്താവായില്ലെങ്കിൽ എത്ര ആത്മീയം കളിച്ചാലും ഒരു ഗുണമില്ല. ഇവിടെ നിന്ന് നാലരയ്ക്ക് കയറി പ്രസംഗിച്ചിട്ട് വീട് ചെല്ലുമ്പോൾ ഭാര്യ പറയും ഇയാളാണോ ഭർത്താവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സാക്ഷ്യം എന്താ? കുടുംബത്തിൽ സാക്ഷ്യം പ്രാപിക്കണം. ലോകം മുഴുവൻ നടന്നിട്ട് എനിക്ക് കിട്ടുന്ന ടെസ്റ്റ് മണിയേക്കാൾ ഏറ്റവും വലുത് എൻ്റെ മക്കൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയണം. എൻ്റെ ഹല്ലേലൂയ ഭർത്താവ് മരിച്ച് ശവമടക്കിയിട്ടും വീട്ടിനകത്ത് കടം കയറി മുടഞ്ഞിട്ടും ഒരു സഹോദരി പറയുന്നു, എലീശയോട് നിന്റെ ദാസൻ യഹോഭക്തനായിരുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ മരുമക്കൾ, കൊച്ചുമക്കൾ, കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ അങ്ങനെ പറയട്ടെ. വിശുദ്ധരായിരിക്കണം. വസ്ത്രത്തിൻ്റെ നിറം മാറി. ഒരു പുറമേ വ്യത്യാസം ഉണ്ടാകണം. 5-8 മിനിറ്റ് കൂടെ ഉണ്ട്, വേഗം. പുറമേ വ്യത്യാസം, നമുക്കൊരു ഔട്ട്വേർഡ് ചേഞ്ച് ഉണ്ടാകണം. ദൈവമക്കളെ, ദൈവസഭയുടെ മുഖച്ഛായ മാറണം. ദൈവമക്കളുടെ ഇടപാടുകൾ മാറണം. കൈ കൊടുക്കുന്നത്, ഇടപെടുന്നത്, സംസാരിക്കുന്നത്, പോക്ക് വരവ്. ശലോമോൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ കൊട്ടാരത്തിലേക്ക് വരുന്ന ശേബാരാജ്ഞി അവൻ്റെ കൊട്ടാരത്തിലുള്ള ആൾക്കാരുടെ ഇരിപ്പും നടപ്പും പോക്കും വരവും കണ്ടിട്ട് അമ്പരന്ന് പോയി. വി ഷുഡ് ഹാവ് എവറിത്തിങ് ഇൻ ഓർഡർ. ദൈവമക്കൾക്ക് ഒരു ചിട്ട ഉണ്ടായിരിക്കണം. എല്ലാറ്റിനും അവിയൽ പരുവത്തിലല്ല ആത്മീയ ആരാധന. എല്ലാറ്റിനും ഒരു കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം. ദൈവമക്കളുടെ ജീവിതം തന്നെ ചിട്ടയായിരിക്കണം. സെറ്റ് യുവർ ഹൗസ് ഇൻ ഓർഡർ എന്നാ ചാവുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞത്. ആരോടാ പറഞ്ഞത്? ഹിസ്കിയാവിനോട്. ചാവാൻ പോവല്ലേ എന്ന് എങ്ങനെ മരിച്ചോളെന്നാണ് പറഞ്ഞത്. മരിക്കുന്നതിന് മുമ്പ് ഗ്രഹകാര്യം. അപ്പോൾ എപ്പോഴാണ് നമ്മൾ മരിക്കുന്നത്? എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ഇപ്പം തന്നെ ക്രിയ മരിച്ചോ, അത്രയുള്ള എൻ്റെ അർത്ഥം. എപ്പോഴാന്ന് അറിയാത്തത് കൊണ്ട് സെറ്റ് യുവർ ഹൗസ്, യുവർ ഫാമിലി, യുവർ പേഴ്സണൽ ലൈഫ്, യുവർ ചർച്ച് ലൈഫ്, എവറിത്തിങ് ഇൻ ഓർഡർ. എല്ലാ കാര്യങ്ങളും അതാത് ദിവസത്തേക്ക്. ഈ രാവിലെ എഴുന്നേറ്റ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇതൊക്കെ ഞാൻ ഈ പ്രാക്ടിക്കലായിട്ട് പറയുന്നതിൻ്റെ കാരണം ഉപവാസ പ്രവർത്തനയാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ എന്ത് അറിയണം നമ്മൾ. പിള്ളേരെ എഴുന്നേൽക്കുമ്പോൾ പഠിപ്പിക്കണം. അല്ലെങ്കിൽ എഴുന്നേറ്റ കിടക്ക വിരിച്ചിട്ടേ പോകാവുന്നു. കിടക്ക ആരാ നമ്മളെ പഠിപ്പിച്ചത്? ആരാ പഠിപ്പിച്ചത്? യേശു ഉയർത്തെഴുന്നേറ്റ് ചെന്നപ്പോൾ പത്രോസും യോഹന്നാനും കണ്ടത് അവനെ പുതപ്പിച്ചിരുന്ന് ചുറ്റി ശീലം മടക്കി മൂലയ്ക്ക് വെച്ചിരുന്നു. മുഖത്തിരുന്ന റൂമാലും മടക്കി. യേശു ഇവിടുന്ന് സ്വർഗത്തിൽ പോയപ്പോൾ നിക്കോദെമോസ് കൊടുത്ത തുണിയൊന്നും കൊണ്ടുപോയില്ല, അതെല്ലാം അവിടെ മടക്കി വെച്ചിരുന്നു. അല്ലെങ്കിൽ അലങ്കോലപ്പെട്ട് കിടന്നായിരുന്നെങ്കിൽ നിങ്ങൾ ഈ കാണാൻ വേണ്ടി കാശ് മുടക്കി യെരുശലേമിലൊക്കെ പോകുന്നില്ലേ? അവിടെ തിരിശേഷിപ്പ് എന്നൊക്കെ പറയും. ഇവർ കൊണ്ടുപോയ സാധനം എവിടെ വായിക്കുന്നു? മർക്കോസ് എഴുതിയിരിക്കുന്നു, മത്ത എഴുതിയിരിക്കുന്നു. മടക്കി കർച്ചീഫും ലിനൻ തുണിയും മടക്കി മൂലയ്ക്ക് വെച്ചിരിക്കുന്ന പറഞ്ഞു. കർത്താവ് അല്ലേ രാവിലെ എഴുന്നേറ്റിട്ട് മടക്കി വെച്ചിട്ടാ സ്വർഗത്തിൽ പോയെങ്കിൽ? സ്വർഗത്തിൽ പോകുന്ന നിങ്ങൾ എത്രമാത്രം വിശുദ്ധിയോടെ ജീവിക്കണം. ആകവും പുറം വിശുദ്ധമായിരിക്കണം. കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. കൊച്ചിലെ അവരെ പറഞ്ഞു എവറിത്തിങ് ഷുഡ് ബി, ലൈഫ് ഷുഡ് ബി ഇൻ ഓർഡർ. ചിട്ടയോടെ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി. വിശുദ്ധനായിരിക്കണം. സിംഹത്തെ കീറുവാൻ കൃപ ലഭിക്കണമോ? വിശുദ്ധരായിരിക്കണം. വസ്ത്രത്തിൻ്റെ നിറം മാറി. അപ്പോൾ ഇറങ്ങി വന്ന ആരാ? മോശയും ഏലിയാവും. ഏലിയാവ് ഇറങ്ങി വന്ന് നമ്മളോട് സംഭാഷിച്ചു. പ്രാർത്ഥിക്കുന്നവൻ്റെ സംഭാഷണം മാറും. മോശ ഏലിയാവ് എന്താ സംസാരിച്ചത്? യെരുശലേമിൽ അനുഭവിക്കാൻ പോകുന്ന കഷ്ടത്തെക്കുറിച്ച്. ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്നവൻ്റെ കൂട്ടുകാർ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ലോകം കണ്ട ഏറ്റവും വലിയ പ്രാർത്ഥനാ വീരനാ മോശ. മണ്ണിൽ മുഖം അമർത്തി പ്രാർത്ഥിക്കുന്ന മോശ. മുഴങ്കാൽ മടക്കിയും മുഴങ്കാൽ ഇടകൾക്ക് തല വെച്ചും ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഏലിയാവ്. പ്രാർത്ഥിക്കുന്ന യേശുവിന് ആരെ കൂട്ടുകിട്ടി? എൻ്റെ പിതാവ് പാസ്റ്റർ ആയിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ കോൺഫറൻസിനൊക്കെ പോകും. വടക്കുണ്ടാക്കുന്ന പാസ്റ്റർമാരെല്ലാം ഒരുമിച്ചിരിക്കും. ഞാൻ കൂടുതലുണ്ട്. കാരണം എന്തെങ്കിലും പറയുമ്പോൾ കസേരയൊക്കെ പോക്കാൻ ധൈര്യമുള്ളവർ ഒരുമിച്ചിരിക്കും. പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒരുമിച്ചിരിക്കും. പ്രാർത്ഥിക്കുന്നവന് കൂട്ട്, പ്രാർത്ഥിക്കുന്നവനെ കിട്ടത്തുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ കണ്ടുപിടിക്കുമ്പോൾ അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. ദ റൈച്ചസ് മാൻ വിൽ പിക്ക് അപ്പ് ഹിസ് ഫ്രണ്ട്. ഹല്ലേലൂയ. വൈസ്ലി എന്നാണ് സദൃശവാക്യം 15 താഴോട്ട് വായിക്കുന്നത്. നീതിമാൻ തൻ്റെ സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം. പ്രാർത്ഥിക്കുന്നവന് കൂട്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു വന്ന സന്ദേശം വിശുദ്ധരായിരിക്കണം. പ്രാർത്ഥനയിൽ നിങ്ങളുടെ മുഖ്യ വിഷയം സ്വർഗരാജ്യം നഷ്ടപ്പെടുന്ന ശത്രുവിൻ്റെ അവസാനത്തെ സ്വഭാവം, ജഡത്തിൻ്റെ ഇച്ഛയും എന്നിൽ നിന്ന് പറിച്ചു മാറണം. 6ാമത് അവൻ്റെ ഗുണം. ദാവീദിൻ്റെ
യഹോവ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? സിംഹത്തിൻ്റെ താടിക്ക് പിടിച്ചു കീറുവാൻ അവന് കരുത്ത് കിട്ടിയത് അവൻ്റെ കയ്യിൽ വ്യാപരിച്ച ദൈവ സാന്നിധ്യം. ഞാൻ പലപ്പോഴും പകച്ചു പോയിട്ടുള്ളൊരു അധ്യായമാണല്ലോ സ്തോത്രമല്ല. യെശയ്യാ പുസ്തകം 63-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. മോശ പറയുന്നു, വടി ഇങ്ങനെ നീട്ടി നിൽക്കുക ചെങ്കടൽ മുറിഞ്ഞു മാറാൻ. പക്ഷേ യെശയ്യാ വിളിച്ചു പറയുന്നു, യഹോവയുടെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കരങ്ങളിൽ ചെന്നു മാറിയാക്കിയപ്പോൾ ചെങ്കടൽ മുറിയപ്പെട്ടെന്ന്. നിങ്ങൾ കണ്ടത് മോശയുടെ കൈ, ഇസ്രായേൽ മക്കൾ കണ്ടത് മോശയുടെ കൈ. പക്ഷേ ആരും അറിയാതെ ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ കയ്യിൽ വെച്ചത് കൊണ്ടാണ് ചെങ്കടൽ മുറിഞ്ഞു മാറിയത്. ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞാട്ട് ഈ സിംഹത്തെ കീറിയത് ഇന്നലകളിൽ എനിക്ക് ലഭിച്ച ജയം. വിശ്വാസത്താൽ അവർ സിംഹത്തിൻ്റെ വായ അടച്ചു. ഇന്നലകളിൽ ഞങ്ങൾ പ്രാപിച്ച ജയം എൻ്റെ മിടുക്ക് കൊണ്ടല്ല, സ്വർഗം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. 5 മിനിറ്റ് നമുക്ക്, 1 മണിയാകുന്നില്ല, നമുക്ക് അവസാനിപ്പിക്കാം. ഒരു വാക്കൂടെ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. വിശ്വാസത്താൽ അവർ സിംഹത്തിൻ്റെ വായ അടച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞു പോകാം. ശിംശോനും അവൻ്റെ അപ്പനും അമ്മയും ഒരുമിച്ച് തിമ്മിനയിലേക്ക് കടന്നു പോകുമ്പോൾ തിമ്മിനക്കരികുള്ള മുന്തിരിത്തോട്ടത്തിൽ വെച്ച് ബാലസിംഹം അവൻ്റെ നേരെ ചാടി വീണു. കയ്യിലൊന്നുമില്ലാതിരിക്കെ അവനതിനെ ആട്ടിൻകുട്ടിയെപ്പോലെ കൊന്നുകളഞ്ഞു. മാതാപിതാക്കളുടെ കണ്ണിന് മുമ്പിൽ വെച്ച് തലമുറയെ മാത്രം ലക്ഷ്യമാക്കി ചാടുന്ന ചില സിംഹങ്ങൾ മുന്തിരിത്തോട്ടത്തിനകത്ത് പതുങ്ങിക്കിടപ്പുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത് സ്കൂളിലും കോളേജിലും ഒന്നുമല്ല. മുന്തിരിത്തോട്ടം എന്നൊക്കെ പറയുമ്പോൾ പെന്തക്കോസുകാരൻ ആവേശമാണ്. മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ സഭയാണ്. സഭയ്ക്കകത്ത് മാക്സിമം എന്ത് കാണും? മുന്തിരിവള്ളി നശിപ്പിക്കുന്ന ചെറിയ കുറുക്കന്മാർ, ചെറിയ കുരുക്കന്മാരൊക്കെ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഇവിടെ ബാലസിംഹങ്ങൾ പതുങ്ങിക്കിടപ്പുണ്ട്. അഭിഷേകമുള്ള, നാസീർ വ്രതമുള്ള, ഹല്ലേലൂയ, ആത്മാവിൽ നിറഞ്ഞ നിന്റെ തലമുറയെ ആത്മമണ്ഡലത്തിൽ പതുങ്ങിക്കിടക്കുന്ന, വിശുദ്ധൻ്റെ വേഷം ധരിച്ച്, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ കെടുത്തി കളയുന്ന, തലമുറയെ വശീകരിച്ചു കൊണ്ടുപോകുന്ന വശീകരണ ആത്മാക്കൾ, ഉപദേശ പിശകുകൾ ഹല്ലേലൂയ മുന്തിരിത്തോട്ടത്തിൽ മറഞ്ഞു കിടപ്പുണ്ട്. ഇന്ന് രാവിലെ ദൂത് പറയുന്നു, അഭിഷേകം പ്രാപിച്ച മനോഹേ, നീ നോക്കി നിൽക്കുമ്പോൾ, നിന്റെ ഭാര്യ നോക്കി നിൽക്കുമ്പോൾ, നിങ്ങളെ രണ്ടും വിട്ടിട്ട് മകനെ മാത്രം കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ചാടി വീണ സിംഹത്തെ നിന്റെ കൈക്കരുത്ത് കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. ഭാര്യയുടെ പ്രാർത്ഥനയുടെ ശക്തി മാത്രമല്ല, ആ കുഞ്ഞിന്റെ മേൽ വചനം പറയുന്നു, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. എത്ര പേര് ഇന്ന് രാവിലെ ആത്മാവിൽ പ്രാർത്ഥിക്കും? ഇത് ഞങ്ങളുടെ സ്വപ്നമാ. ഹൂസ്റ്റൺ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, ഇന്ന് രാവിലെ നിങ്ങളോട് ദൂത് പറഞ്ഞ് ഞാൻ ഈ സന്ദേശത്തോട് അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ കൊതിച്ചാട്ട് ഞങ്ങളുടെ തലമുറയുടെ മേൽ അഭിഷേകം ഇറങ്ങി വന്ന് അവരെ വശീകരണ വാക്കുകൊണ്ട് അവരെ അകറ്റിക്കൊണ്ടു പോകുവാൻ, വലിച്ചു കീറുവാൻ, ചാടി വീഴുന്ന ആത്മലോകത്തിലെ ദുഷ്ടവ്യാപാരങ്ങളെ, പതുങ്ങിക്കിടക്കുന്ന സിംഹങ്ങളെ, അലറുന്ന സിംഹങ്ങളെ അവർ വലിച്ചു കീറേണ്ടതിന് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പെയ്തിറങ്ങിയെങ്കിൽ കൊള്ളാമായിരുന്നു. എല്ലാ കണ്ണുകളും അടച്ചാട്ട് പുസ്തകം അടക്കം ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോകുക. വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായ അടച്ചു. മാതാപിതാക്കളുടെ കണ്ണിന് മുമ്പിൽ വെച്ച് തലമുറയെ കടിച്ചു കീറുന്ന സിംഹത്തിന്റെ വായയെ അവർ അടയ്ക്കേണ്ടതിന് ഇന്ന് പകൽ പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ. വീട്ടിൽ പോയി വായിക്കാം. നിങ്ങളുടെ ഈ ബാനറിൽ എഴുതിയിരിക്കുന്ന യോവേൽ 2:12 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ കരച്ചിലോടെ ഉപവാസത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരൂ. നിങ്ങളുടെ വസ്ത്രങ്ങളെ വലിച്ചു കീറുന്നതിന് പകരം ഹൃദയം ഒന്ന് കീറട്ടെ. മാനസാന്തരപ്പെട്ട് മണവാറൽ മണർ വിട്ട് പുറത്തു വരട്ടെ. മണവാട്ടി മണിയറ വിട്ട് പുറത്തു വരട്ടെ. അല്ലെങ്കിൽ വേലക്കാരനും ദാസിമാരും എല്ലാം ഒരുമിച്ച് ആലയത്തിൽ കൂടട്ടെ. മുന്നോട്ട് പോകുന്നു. 2:27-28 അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കും, പുത്രിമാർ പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, യൗവനക്കാർ ഹല്ലേലൂയ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വേലക്കാരത്തികളുടെ മേലും വേലക്കാരുടെ മേലും കൂടെ ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഈ ഒരു കാലത്തിന് വേണ്ടി കൊതിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വാസത്താൽ ഹല്ലേലൂയ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്. നിങ്ങൾക്കൊരു മകനുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ, അവൻ എത്ര വയസ്സായാലും പ്രശ്നമല്ല, മക്കളായാലും കൊച്ചുമക്കളായാലും പ്രശ്നമല്ല. ഇന്ന് പകൽ തലമുറയുടെ പേര് പറഞ്ഞ് ദൈവമക്കൾ പ്രാർത്ഥിച്ചാട്ട്. മുന്തിരിത്തോട്ടത്തിൽ പതുങ്ങിക്കിടക്കുന്ന ബാലസിംഹങ്ങൾ എന്റെ കുഞ്ഞിന്റെ ആത്മീയത്തിനെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ കുതിച്ചു ചാടുമ്പോൾ അതിനെ വലിച്ചു കീറുന്ന, അതിന്റെ ആദരമടയ്ക്കുന്ന ഒരാഭിഷേകം എന്റെ കുഞ്ഞിന്റെ മേൽ ഇന്ന് രാവിലെ പെയ്തിറങ്ങട്ടെ. എത്ര പേർ കർത്താവിനെ സ്തുതിച്ചു വിളിച്ചു പറയും, let the anointing of the Holy Spirit flow like a river hallelujah upon my child Lord. Hallelujah. Let the wind of the Holy Spirit, let the fragrance of the fruit of the Spirit be evident in our life. Hallelujah. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട്.
വിശ്വാസത്താൽ അവർ സിംഹത്തിന്റെ വായടച്ചു. കാട്ടിലായിരുന്നാലും മുന്തിരിത്തോട്ടത്തിലായിരുന്നാലും ഏകാന്തതയിൽ ചാടി വീഴുന്ന സിംഹത്തെ ദാവീദും മുന്തിരിത്തോട്ടത്തിൽ ചാടി വീണ സിംഹത്തെ ശിംശോനും വലിച്ചു കയറിയതുപോലെ ഏകാന്തതയിലാണെങ്കിലും ആത്മമണ്ഡലത്തിലാണെങ്കിലും പതുങ്ങിക്കിടക്കുന്ന അശുദ്ധ ശക്തികളെ അതിനെ വേരോടെ പറിച്ചു കളയുന്ന ഉന്നതമായ ഒരു അഭിഷേകത്തിനായി ഇന്ന് പകൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. ദൈവസ്ഥലം എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിച്ചോ. ആത്മാവിൽ അതിരം ഉയർത്തി നിങ്ങൾക്ക് ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് പകൽക്കാലം എല്ലാവരും കൊതിച്ചാട്ട് ഞങ്ങൾ സ്വപ്നം കാണുന്നു. യോവേല് പറഞ്ഞത്, പെന്തിക്കോസ്ത് നാളിൽ പത്രോസ് പ്രസംഗിച്ചത്, ഇന്ന് പകൽ ദൈവസഭ സ്വപ്നം കാണുന്നു. ഹൂസ്റ്റൺ പട്ടണത്തിലുള്ള എല്ലാ സഭകളും വിശുദ്ധിയിലും വേർപാടിലും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന എല്ലാ സഭകളും എല്ലാ ദൈവദാസന്മാരും സ്വപ്നം കണ്ടാട്ട് തങ്ങളുടെ തലമുറയുടെ മേൽ അല്ലെങ്കിൽ മാരി പെയ്യുന്നത് പോലെ മഞ്ഞ് പെയ്ത് ഇറങ്ങുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എത്ര പഴക്കമുള്ള കുഞ്ഞാണെങ്കിലും എത്ര തെറ്റിപ്പോയെന്ന് പറഞ്ഞാലും ഈ ദിവസങ്ങളിൽ മടങ്ങി വന്നിട്ട് അവർ ദൈവസഭയിൽ ആരാധിക്കുന്നത് സ്വപ്നം കാണുവാൻ എത്ര മാതാക്കൾ തയ്യാറാകും? ലെറ്റ് ദ വിൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ നദി ഇന്ന് പകൽ ആലയങ്ങളിൽ ഒഴുകട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു പ്രകടമായ വ്യത്യാസം സഭകൾക്കകത്തുണ്ടാകട്ടെ. ഒരു ഉണർവിന്റെ തീജ്വാലയായി കാറ്റായി ഈ പ്രാർത്ഥന തീരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആശിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചട്ടെ. എന്റെ കുഞ്ഞിന്റെ മേൽ ആ അഗ്നി ഇറങ്ങണമേ, എന്റെ കുഞ്ഞിന്റെ മേൽ അഭിഷേകം ഇറങ്ങണമേ. അവന്റെ ബുദ്ധിയുടെ മേൽ, അവളുടെ നാക്കിന്റെ മേൽ, അവളുടെ വിദ്യാഭ്യാസത്തിന്റെ മേലൊക്കെ ഒരു ദൈവത്തിന്റെ രൂപാന്തരത്തിന്റെ കാറ്റ് ആഞ്ഞടിച്ചിട്ട് അവർ ആത്മാവിൽ നിറയപ്പെടട്ടെ. ചാടി വീഴുന്ന സിംഹത്തെ കാണുമ്പോൾ പകച്ചോടി ലോക സ്നേഹത്തിലേക്ക് ഇറങ്ങിപ്പോയ തലമുറകൾ ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. അധുന രകൽക്കടകന വൈശ്യ പ്രൗഢകന കുടുംബ ബന്ധം വിച്ഛേദിച്ച കുഞ്ഞുങ്ങൾ ഇന്ന് രാവിലെ കുടുംബ ബന്ധത്തിലേക്ക് മടങ്ങി വരട്ടെ. വിവാഹം വേണ്ട എന്ന് മനസ്സ് മടുത്തുപോയവർ കുടുംബ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് മടങ്ങി വരട്ടെ. ചിന്തകളെ കൊത്തിക്കൊണ്ടുപോയ ആകാശത്തിലെ പർവ്വജാതികൾ അകത്ത് വീണ വചനമൊന്നും മുളയ്ക്കാതെ അതിന് മുള്ളിനിടയിൽ വീണതുപോലെ ഞെരുക്കിക്കളഞ്ഞ ചിന്താമണ്ഡലങ്ങളൊക്കെ ഇന്ന് പകൽ ആത്മാവിൽ നിറയപ്പെടട്ടെ. എത്ര പേർ പ്രാർത്ഥിക്കും? യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ.